അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സൗമ്യ അനൂപാണ്. പ്രേക്ഷകരെ, ഇതുപോലൊരു സാക്ഷ്യം ഇതിനു മുൻപ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുകയില്ല. അത്രയധികം ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുമായി കർത്താവിന്റെ ദാസി തന്റെ ജീവിതം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സൗമ്യ അനൂപിനെ തേൻ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചോദിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനവും സ്നേഹവും എല്ലാവരിലും ഉണ്ടാവട്ടെ. എൻ്റെ പേര് സൗമ്യ അനൂപ്. എൻ്റെ ജന്മ സ്വദേശം ഇടുക്കി ജില്ലയിലെ രാജാക്കാട് എന്ന് പറയുന്ന ദേശത്താണ് ഞാൻ ജനിച്ച് ഇതുവരെ ഈ പ്രായം വരെയും ആയിരിക്കുന്നത്. എനിക്ക് അമ്മയും അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ അമ്മയും എനിക്കൊരു മോളും ഭർത്താവും കൊച്ചുമോളും മരുമകനും ഭർത്താവിൻ്റെ അച്ഛനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വളരെ സന്തോഷകരമായിട്ട് ഞങ്ങള് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുന്നു. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാനും ജനിച്ച് വളർന്നത്. എൻ്റെ ജീവിത കാലഘട്ടത്തില് ചെറിയ പ്രായത്തിൽ മുതൽ SNDP സമുദായം, അതുപോലെ തന്നെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ദൈവങ്ങളെയും ഒക്കെ വിളിക്കുന്ന ഒരു പാരമ്പര്യ കുടുംബത്തിലാണ് ഞാനും വളർന്നത്. അന്ന് മുതലൊന്നും എനിക്ക് ആ ഒരു വിശ്വാസമോ ദൈവത്തോടുള്ള ഭക്തിയോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പഠിച്ചതൊക്കെ ഇവിടെ രാജാക്കാട് സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ട് ബാക്കിലാണ് ആരാധനാലയം ഒക്കെ ഉള്ളത്. പക്ഷെ അവിടെ ഒന്നും ചെറുപ്പം മുതലേ പോകാനുള്ള ഒരു മനസ്സ് കുഞ്ഞു പ്രായം മുതലേ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ലായിരുന്നു. പക്ഷെ അമ്മ ഇങ്ങനെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളും അതിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷമോ സാഹചര്യങ്ങളോ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അച്ഛനുണ്ടായിരുന്നു. അതിനുശേഷം സമാധാനവും സന്തോഷവും ഒക്കെ ചെറിയ പ്രായത്തിൽ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ നാട്ടില് ശരിക്കും വളർന്നത് ഒരു രാജകുമാരിയെ പോലെയാണ്. ഒറ്റ മോളാണ് ഞാൻ. അപ്പം ഒരു രാജകുമാരിയെ പോലെയാണ് അച്ഛനും അമ്മയും എന്നെ വളർത്തിയത്. ഒന്നിനും ഒരു കുറവുമില്ലാതെ. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ 82 ആണ് എൻ്റെ ജന്മവർഷം. 82 മുതൽ ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ ജീവിക്കുന്നത് ഏറ്റവും സുഖ സൗകര്യങ്ങളോടെ. എന്തു ചോദിച്ചാലും വാങ്ങി നൽകുന്ന നല്ലൊരു മാതാവും പിതാവും എനിക്കുണ്ടായിരുന്നു. എൻ്റെ ചുറ്റടുത്തൊക്കെ ഉള്ളവർ പറയുമായിരുന്നു, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ടല്ല വളർന്നത്, പുറത്തുനിന്നുള്ള ആഹാരം വാങ്ങിച്ചു തന്ന് അത്രയും കെയർഫുൾ ആയിട്ട് അത്രയും സ്നേഹത്തോടെ താലോലിച്ചു കൊണ്ടു നടക്കുന്ന ഒരു മാതാപിതാക്കന്മാരായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത്രയും സുഖലോലുപമായിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ എനിക്ക് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിൻ്റെതായ തൻ്റെടവും സാമർഥ്യവും അനുസരണക്കേടുകളും ഒക്കെ ഞാൻ കാണിച്ചു കൂട്ടിയാലും അതൊക്കെ ക്ഷമിക്കാൻ തക്കവണ്ണം അവർക്ക് മനസ്സുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ചെറിയ പ്രായമൊക്കെ ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ജീവിച്ചത്. ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തില് ഒരു 17 വയസ്സായപ്പം എനിക്കൊരു ആളെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടമാണെന്ന് വീട്ടിൽ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിച്ചു. ഈ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിലോട്ട് ഞാൻ കടന്നപ്പോഴാണ് ശരിക്കും എൻ്റെ ലൈഫില് ഒരു ചേഞ്ച് ഉണ്ടായത്. ഞാൻ അതുവരെ അനുഭവിച്ച സന്തോഷവും അതുവരെ അനുഭവിച്ച സ്വാതന്ത്ര്യവും അതുവരെ ഞാൻ അനുഭവിച്ച സമൃദ്ധിയും എല്ലാം എനിക്ക്
30 ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലാത്തതും അന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തതുമായ പല കാര്യങ്ങളും എനിക്ക് ആ ഒരു വിവാഹ ജീവിതത്തിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അത്ര നല്ല ഒരു കുടുംബമായിരുന്നു. അവരുടെ ഫാമിലി നല്ലൊരു കുടുംബമായിരുന്നു. ഇദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്ന എന്നൊരു ഏഹ് അവിടത്തെ നല്ലൊരു എൻ്റെ വീട്ടിൽ ഞാൻ രാജകുമാരിയെ പോലെയായിരുന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഞാൻ അതേപോലെയായിരുന്നു. എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. അമ്മയ്ക്കും അച്ഛയ്ക്കും ഒക്കെ ഭയങ്കര സ്നേഹമുള്ള നല്ലൊരു ഫാമിലി ആയിരുന്നു അവര്. പക്ഷെ ഇദ്ദേഹം മാത്രം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയിൽപ്പെട്ട് ഏഹ് കുടുംബത്തെ ബന്ധങ്ങളെ അറിയാതെ ഭാര്യയെ മനസ്സിലാക്കാതെ മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ അങ്ങനെ നടന്നൊരു പേഴ്സണാലിറ്റി ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ അത് മുഖാന്തരം ഞാൻ അനുഭവിച്ച ഒരുപാട് അനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരുന്ന സാക്രിഫൈസ് ചെയ്തു വന്ന ഒരുപാട് പ്രശ്നങ്ങള് എൻ്റെ ആ 17 വയസ്സ് മുതല് ഞാൻ നിരാശ എനിക്ക് എനിക്ക് മനസ്സിലായി ഇനി ഇതിൽ നിന്നൊരു റിലീഫ് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവില്ല. അത്രത്തോളം ക്രൂവൽ പേഴ്സണാലിറ്റി എന്ന് തന്നെ പറയാം. ആം, എന്താ പറയുക, ചില സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ മൈൻഡ് ഡിസോർഡർ ആണോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്രത്തോളം ഒരു ക്രൂവൽ പേഴ്സണാലിറ്റി നമ്മൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് മനസ്സിലാക്കാനോ നമ്മളെ ഒന്ന് സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ പറ്റാത്ത ഒരു പേഴ്സണെയാണ് എനിക്ക് ലഭിച്ചത്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി നിരാശ തോന്നി. മരിക്കണോന്ന് തോന്നി. ഒരുപാട് പ്രാവശ്യം ഞാൻ അതിന് ട്രൈ ചെയ്തു. അങ്ങനെ 2000-ത്തിലാണ് എനിക്ക് എൻ്റെ മോളെ എനിക്ക് ലഭിക്കുന്നത്. 2000 ജൂൺ 8-ാം തീയതി എനിക്കൊരു മോളുണ്ടായി. ഈ മോളുണ്ടാവുന്നതിന് മുമ്പും ഒരുപാട് പ്രശ്നങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിച്ചു. കുടുംബത്തിലായാലും അമ്മയ്ക്കായാലും. ഞാൻ ഒറ്റ മോളായതുകൊണ്ട് എൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ വീട്ടിലായിരിക്കുന്ന സമയത്ത് പോലും ആ, അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് മാത്രമല്ല അമ്മയും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അടിക്കുകയും ഇടിക്കുകയും ഉപദ്രവിക്കുകയും ആഹ് എന്താ പറയാ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മളോട് പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിൽ ഒത്തിരി വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലൈഫിൽ. എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. അയ്യോ അവർക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടി. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ട്. ഇതിന്നെല്ലാം ഒരു റിലീഫ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഇനി മരണം കൊണ്ടല്ലാതെ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു ഇനി ഇതേ ഉള്ളൊരു രക്ഷ. കുഞ്ഞു മോളെ ഉപദ്രവിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനും അമ്മയും ആഹ് ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞ എനിക്ക് ലൈഫിൽ ഉണ്ടായ ഈ ഒരു പ്രശ്നം എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരിക്കലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം കരയാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു രക്ഷയായിട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കരഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, "നമുക്ക് ഇതിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നിന്നെ രക്ഷിക്കും. നീ പ്രാർത്ഥിക്കണം." ഞങ്ങളൊക്കെ ആ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പോ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ഈ യുഗത്തില് ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ നിന്നാൽ യേശു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. എനിക്കെന്തോ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ആ ആ ആ ഒരു ചേച്ചിയുടെ വാക്കുകള്. കാരണം ഞാനൊരു കുഞ്ഞുടുപ്പിട്ട് നടക്കുന്ന പ്രായം മുതലേ എന്നെ കാണുന്ന എൻ്റെ ആർഭാടങ്ങളും എൻ്റെ സ്വാതന്ത്ര്യങ്ങളും എൻ്റെ ഞാൻ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഇതിലുള്ള എൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസുകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചേച്ചിയാണ്. അപ്പം പിന്നീട് എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഈ കഷ്ടങ്ങൾ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നടന്നൊരു പെൺകുട്ടി, ഇത്രത്തോളം ഹാപ്പി ആയിട്ട് ജീവിച്ച ഒരു പെൺകുട്ടി പെട്ടെന്നൊരു വിവാഹം കഴിച്ചതിന്റെ പേരില് അതിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങൾ അവളെ എങ്ങനെ ബാധിക്കുമെന്നറിയാതെ ആ ചേച്ചി ഒത്തിരി വിഷമിച്ചിട്ടാണ് എനിക്ക് എന്നോടാണ് വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കാം. ചിലപ്പം ആരും രക്ഷിക്കാനില്ലാത്ത എനിക്കൊരു ബ്രദർ ഇല്ല. എനിക്ക് അച്ഛനില്ല. അച്ഛനെ നഷ്ടപ്പെട്ടു പോയി. അച്ഛനില്ല. എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം ഞങ്ങളെ നേരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പോഴും. അതുകൊണ്ട്
ചിലപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ കർത്താവായ യേശുക്രിസ്തു ഒരാളായിട്ട് വരുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ 18 വയസ്സ് കഴിയാറായി അപ്പൊ എനിക്ക്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോ ഞാന് ഈ ചേച്ചിയോട് പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഒരു സെവന്ത് ഡേ ചർച്ചിലാണ് പോകുന്നത്. ശനിയാഴ്ച ഉള്ള ഒരു കൂട്ടായ്മയായിരുന്നത്. അപ്പൊ ഇവിടെ ടൗണിൽ തന്നെയുള്ളതാണ്. അപ്പൊ എന്നെ വിളിച്ചോണ്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ക്രിസ്തീയ ഭക്തിഗാനങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പ്രായം മുതലേ. കാരണം ഞാനൊരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ അധികം ആളുകളുടെ നടുക്ക് ജീവിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എൻ്റെ ചെറിയ പ്രായം മുതലേ ഞങ്ങളുടെ അടുത്തെല്ലാം ക്രിസ്ത്യാനികൾ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ പോവുകയും എല്ലാവരുമായിട്ട് സഹകരിക്കുകയും പെന്തക്കോസുകാരുണ്ട്, കാത്തലിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും വീട്ടില് പെന്തക്കോസുകാരെന്നോ കാത്തലിക്സ് എന്നോ ഉള്ള വേർതിരിവില്ലാതെ എല്ലാവരും പാടി കൈകൊട്ടി ആരാധിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളത്. അത്രയും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു 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 അയൽവക്കക്കാരാണ് ഞങ്ങളുടെ ചുറ്റുമുള്ളത്. അപ്പൊ ചെറുപ്പം മുതലേ ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആരോടാന്നറിയില്ല പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ പഠിക്കുകയും പാടുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഈ സെവന്ത് ഡേ ചർച്ചില് പോയപ്പം ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകള് അവരെനിക്ക് 1001 പാട്ടുകൾ അടങ്ങിയ ഒരു പാട്ട് ബുക്ക് തന്നു. അപ്പൊ ഞാൻ ബൈബിളൊന്നും അല്ല ആദ്യം നോക്കിയത്. ഞാൻ ഈ പാട്ടുകളാണ് നോക്കിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഈ 1001 പാട്ടുകളിൽ എങ്ങനെ പോയാലും ഒരു 100 എണ്ണമെങ്കിലും എനിക്കറിയാവുന്നതാ. ഞാനതെല്ലാം വന്നിരുന്ന് പാടും. ഈ പാട്ടുകൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. വേറെ വചനം അറിയില്ല, ഒന്നും അറിയില്ല. യേശു സ്നേഹമാണ്, യേശു ദൈവമാണെന്നും അറിയാം. പക്ഷേ ആ ഒരു ആത്മാവിന്റെ അഭിഷേകം ഒന്നും അറിയില്ല. അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ പാട്ടുകൾ അറിയാം. ഈ പാട്ടുകളെ ഞാൻ സ്നേഹിച്ചു. ഈ പാട്ടുകളെ ഞാൻ പാടിക്കൊണ്ട് നടക്കും. എനിക്ക് അറിയത്തില്ലാത്തതൊക്കെ ഞാൻ ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെ പാടും. അങ്ങനെ 2, 3 ആഴ്ചയിൽ അവരുടെ കൂടെ ശനിയാഴ്ച വർഷിപ്പിന് പോയപ്പം എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. എനിക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ മനസ്സിലെ ഒരു കാഴ്ചപ്പാട് ഇതെല്ലാം ഇങ്ങനെ കാണാതെ ഇവർ ഓരോ ദിവസം പഠിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് അത് വന്നിങ്ങനെ അവിടെ പറയുക എന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ ഞാന് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ പറയാൻ എനിക്കറിയില്ല. അപ്പൊ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നീ കർത്താവായ യേശുക്രിസ്തു ഒരു പേഴ്സൺ ആണെന്ന് വിശ്വസിക്കുക, ഒരു വ്യക്തിയാണ്, നിന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ നിന്റെ അച്ഛനാണെന്ന് വിശ്വസിക്കുക. എന്നിട്ട് നിന്റെ മനസ്സിൽ നിനക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ നീ ഒരു അച്ഛനോട് പറയുന്ന പോലെ നീ ആ യേശുവിനോട് പറയും. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ഒരു പുള്ളിക്കാരി എനിക്കത് പറഞ്ഞു തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു വ്യക്തിയായിട്ട് ഒരു നല്ല ഫ്രണ്ടായിട്ടോ ഒരു ഫാദർ ആയിട്ടോ നമ്മൾ കണ്ടിട്ട് ആ വ്യക്തിയോട് നമ്മളുടെ ആവശ്യങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു ആണെന്ന് എനിക്ക് മനസ്സിലാക്കിച്ചു തന്നത് ആ ചേച്ചിയാണ്. അങ്ങനെ ഞാന് ഒരു വ്യക്തിയോട് കൂടി അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാനത് കേട്ട് ഭയങ്കര വിശ്വാസത്തോടു കൂടിയിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞാനിവിടെ ആരുമില്ല. കുഞ്ഞുണ്ട്. കുഞ്ഞിനെ ഉറക്കി തൊട്ടിലിൽ കിടത്തിയിട്ട് അമ്മ ഇവിടെ ഇല്ല. അമ്മ എന്റെ ഹസ്ബൻഡിനെ പേടിച്ച് അമ്മയുടെ വീട്ടില് പോയിരിക്കുകയാണ്. അവിടെ അമ്മ നിൽക്കുവാ. ഞാനും ഹസ്ബൻഡും ഉള്ളു. അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ പുള്ളി രാവിലെ ടൗണിലോട്ട് പോകും. വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴേ തിരിച്ചു വരുവുള്ളൂ. അപ്പൊ പുള്ളി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഈ പ്രാർത്ഥന എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ കേറിയിട്ട് ഞാന് കുഞ്ഞിനെ പെട്ടെന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. കുഞ്ഞിനെ പെട്ടെന്ന് ഉറക്കി തൊട്ടിലിൽ കിടത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏഹ് എന്റെ ജീവിതത്തിൽ എനിക്കതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്കറിയില്ല മറ്റാരേക്കാളും ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ പ്രാർത്ഥനയേക്കാളും അവര് പ്രാർത്ഥിക്കുന്നതിൽ അധികമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. പക്ഷെ ആ പ്രാർത്ഥിച്ചപ്പോ എന്റെ മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ പോലും അറിയാതെ എന്റെ നെഞ്ച് കിടന്ന് പിടയ്ക്കുകയും കണ്ണ് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഒരവസ്ഥയില് എനിക്ക് ജീസസ് ക്രൈസ്റ്റിനോട് എന്റെ ആവശ്യങ്ങള് പറയാൻ പറ്റി. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. ഞാൻ എന്തിനാ കരയുന്നേ? ഞാൻ എന്തിനാ ഇങ്ങനെ ഈ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ മുമ്പിലാണല്ലോ ഉണ്ടെന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പേരില് കാണാത്ത ഒരു വ്യക്തിയുടെ പേരില് ആ ഒരു പ്രസൻസ് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇത് കേൾക്കുന്നുണ്ടാവുമായിരിക്കുവോ? എന്നുള്ളൊരു സംശയം എൻ്റെ ഉള്ളിൽ തോന്നി. പക്ഷെ എനിക്കറിയില്ല. ഞാനത് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം എനിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി. ഞാന് എന്റെ വീട് കുറച്ച് താഴ്ന്നിട്ടും എന്റെ വീടിന്റെ ബാക്ക് സൈഡ് കുറച്ച് ഉയർന്നിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ ആ ഉയർന്നിട്ടുള്ള പ്രദേശത്തിന്റെ ഭാഗത്താണ് പുള്ളിക്കാരിയുടെ വീട്. ചേച്ചിയുടെ വീട്ടിലോട്ട് ഞാൻ ഈ കുഞ്ഞിനെ തൊട്ടി കിടത്തിയിട്ട് ഞാൻ കേറി ഓടുവായിരുന്നു. ഈ മല കേറി ഓടി ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു, "ചേച്ചി ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്ന് നോക്കണേ" എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചേച്ചീനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഉച്ച സമയത്ത് നട്ടുച്ച സമയത്ത് ഞാനൊരു തലേ തുണിയിടാതെ പ്രാർത്ഥിക്കരുതെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എൻ്റെ വീടിനടുത്തുള്ളവരൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേഗം ഒരു തോർത്തെടുത്ത് തലയിലിട്ടിട്ട് ഞാൻ ആ ചേച്ചിയുടെ മുമ്പിലിരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചേച്ചി പറയുന്നെ കുറേ സമയായിട്ടും ഞാനിത് നിർത്തുന്നില്ല. അത്രത്തോളം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പൊ ചേച്ചിക്ക് എന്നെ മനസ്സിലായി കർത്താവായ യേശു എന്നെ തൊട്ടിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി പറഞ്ഞു, "ഇങ്ങനെ തന്നെ നീ കണ്ടിന്യൂ ചെയ്ത് പൊക്കോ. ദൈവം നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വിടുതലുണ്ടാവുമെന്ന്." ഞാൻ ഏറ്റവും സന്തോഷവും ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോണില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്യിച്ചിരിക്കുന്നതും എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് എനിക്ക് കഴിഞ്ഞതും. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറീന്ന് ഞാൻ വിശ്വസിച്ച് ഉറച്ചിരിക്കുവാ. 6:30 മണിയായപ്പത്തേനും പുള്ളിക്കാരൻ വന്നു. ഹസ്ബൻഡ് വന്നു. വന്നു കഴിഞ്ഞപ്പം പിന്നെ തുടങ്ങി ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കി. തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ അടിക്കുന്നു, എന്നെ അടിക്കുന്നു. എനിക്ക് ഞാന് ഇപ്പള്ള ഈ ആളല്ല. വളരെ സ്ലിം ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് പുള്ളിനെ ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാ തലയൊക്കെ കൊണ്ടുപോയി ഭിത്തിയിലിടിക്കുക, നമ്മളെ കയ്യില് പിടിച്ച് എറിഞ്ഞ് കളയുക, കുഞ്ഞിനെ ഒരു കയ്യില് പിടിച്ച് തൂക്കി എറിയുക. അങ്ങനത്തെ കുറേ കാര്യങ്ങള് പുള്ളി ഇങ്ങനെ ചെയ്യും. അപ്പൊ ഞാന് പുള്ളി കാണാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ വീടിന്റെ സൈഡ് മുഴുവനും ഏലത്തോട്ടവും കാപ്പിത്തോട്ടവുമാണ്. അപ്പൊ കാപ്പി ഇങ്ങനെ റീപ്ലാന്റ് ചെയ്തിട്ട് പടർന്ന് നിൽക്കുകയാണ്. അതിന്റെ ഉള്ളില് നമുക്ക് കേറി ഇരിക്കാം. ആരും കാണാതെ കേറി ഒളിച്ചിരിക്കാം. ഞാന് ഈ രാത്രിയില് കുഞ്ഞിനെയും കൊണ്ട് ഒളിച്ച് ഈ ഒരു ചാക്ക് എന്റെ കയ്യില് കിട്ടി. ഈ ചാക്ക് കൊണ്ടുവന്ന് അതിന്റെ ചോട്ടില് വിരിച്ചിട്ടിട്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഞാനൊരു ബ്ലാങ്കറ്റ് ചെറുതുണ്ടായിരുന്നു. കുഞ്ഞിനെ അതിനകത്ത് പൊതിഞ്ഞിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ ഈ കാപ്പിച്ചുവട്ടിലിട്ട് കുഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടി എന്റെ വായ ഇങ്ങനെ ഞാൻ പൊത്തി പിടിച്ചിട്ടിരിക്കുക. അപ്പൊ ഇരുന്ന സമയത്ത് ഞാന് ചോദിക്കുവാ, ഇത്രയും നേരം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും നേരം ഞാൻ ഇതുപോലെ കരഞ്ഞിട്ട്, എനിക്ക് അന്നേരം എൻ്റെ മനസ്സിലൊരു ആശ്വാസം തന്നിട്ട്, പിന്നെ നീ തക്ക സമയത്ത് നീ എന്തിനാ മാറിക്കളഞ്ഞേന്ന് ഞാനിങ്ങനെ ചോദിക്കുവാ. യേശുവിനോട് ചോദിക്കുവാ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം വരുമ്പം മാറി നിൽക്കുന്ന ഒരു യേശുവിനെയാണോ ഞാൻ വിളിച്ചത് ഇത്രയും നേരം? ആ ചേച്ചി പറഞ്ഞു, "യേശു വിടുവിക്കും, യേശു രക്ഷിക്കും, യേശു അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും" എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ പ്രശ്നങ്ങൾ അവിടെ തീർന്നൂന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ഉറച്ചു. ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു. പക്ഷെ നീ പോലും എനിക്കൊരു കഷ്ടം വന്നപ്പോ മാറി നിൽക്കുവാണോ ചെയ്യുന്നത്? എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് എനിക്ക് ഭയങ്കര സങ്കടായി. എന്റെ മനസ്സിൽ ഭയങ്കര നിരാശയായി. അപ്പൊ എന്റെ മനസ്സിലേക്ക് അപ്പൊ ഒരു പാട്ട് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമോ സങ്കടമോ എനിക്കറിയില്ല. അപ്പൊ ഉണ്ടായ ഒരു ഫീലിംഗ് എനിക്കറിയാൻ പറ്റില്ല. യേശു നമ്മളോട് ആഹ് സംസാരിക്കുമെന്നോ, യേശു നമ്മളോട് ഇടപെടുമെന്നോ ചെയ്യുമ്പോ പലരും വിചാരിക്കും യേശു നമ്മളോട് ഇടപെടുന്നത് ശബ്ദത്തിൽ കൂടിയായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടായിരിക്കാം. ഒരിക്കലല്ല. എന്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് പറയുക, കർത്താവായ യേശുക്രിസ്തു ചിലപ്പോൾ നമ്മളോട് ഇടപെടുന്നത് ഒരു പാട്ടിലൂടെ ആയിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിലൂടെ ആയിരിക്കാം നമ്മളോട് ഇടപെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ഒരു പാട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. "കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്ന് തീരുമോന്ന്." എനിക്കറിയില്ല ആ പാട്ട് എൻ്റെ മനസ്സിൽ ആ വരികൾ ഓടിപ്പോയത് അത്രത്തോളം വേദനയോട് കൂടിയിട്ടാണ്. ഞാനപ്പോ വിചാരിക്കുവാ ഈ പാട്ട് ഞാൻ എപ്പഴും പാടുന്ന പാട്ടൊന്നുമല്ല. എനിക്കങ്ങനെ ആ പാട്ട് അറിയൂല്ല. പക്ഷെ ആ 2, 3 വരികള് എൻ്റെ മനസ്സിൽ ഞാൻ ആവർത്തിച്ച് അത് തന്നെ പറയും. ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടം, ഞാൻ ഈ അനുഭവിക്കുന്ന പ്രയാസം എന്നെങ്കിലും മാറുമോ എന്നുള്ളതിനൊരു മറുപടി എനിക്ക് താ എന്ന് പറഞ്ഞു. കുറേ പ്രാർത്ഥിച്ചു. ഒരു മാറ്റവും ഇല്ല. ഈ പുള്ളിക്കാരനിൽ ഒരു മാറ്റവും കാണുന്നില്ല. പുള്ളി മദ്യപാനം നിർത്തുന്നില്ല, ഉപദ്രവം നിർത്തുന്നില്ല, ചീത്തവിളി നിർത്തുന്നില്ല, ഒന്നുമില്ല. എല്ലാം കൂടി വരുവാ. അങ്ങനെ ഞാൻ അമ്മേനെ തിരിച്ചു വിളിച്ചു. "അമ്മേ, എനിക്കിവിടെ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മയും കൂടെ വരണോന്ന്" പറഞ്ഞ് ഞാൻ അമ്മയെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ച് അമ്മ വീട്ടിൽ വന്നു. പ്രശ്നങ്ങൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക. കുറയല്ല. എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ അടുത്ത് ഞാൻ പറഞ്ഞു, "ഇനി നമുക്ക് ജീവിച്ചിരുന്നിട്ട് നമുക്കൊരു പ്രയോജനമില്ല. കാരണം ഏഹ് നമ്മൾ എത്ര സന്തോഷത്തോടെയാ ജീവിച്ചത് നമ്മുടെ വീട്ടില്. എന്റെ അനുസരണക്കേട് മൂലം, ഞാൻ വരുത്തി വെച്ച ഒരു വിന മൂലം അമ്മയും അനുഭവിക്കുക. ഈ ദേശം മുഴുവനും സന്ധ്യയായി കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. ഈ വ്യക്തി കാരണം ഞങ്ങളുടെ ഈ പ്രദേശം ഭയങ്കര പീസ്ഫുൾ ഏരിയയാണ്. പക്ഷെ ഈ വ്യക്തി 6:30, 7 മണിയാകുമ്പോൾ വീട്ടിൽ വന്നാൽ പിന്നെ ഈ പ്രദേശത്ത് മുഴുവനും ബഹളമാണ്. ഒരു അയൽവക്കക്കാർക്ക് ഞങ്ങളോട് മിണ്ടാൻ പറ്റത്തില്ല. ആരോടും വിളിച്ച് ചോദിക്കാൻ അവരോട് മിണ്ടാൻ പറ്റില്ല. ഒരാള് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനില്ല. ഒരു വ്യക്തി ഞങ്ങളുടെ കാര്യത്തിൽ സംസാരിക്കാനില്ല. ഞങ്ങൾക്കൊരു കൂടപ്പിറപ്പുകളില്ല. ഒരു ബ്രദർ ഇല്ല. ഒരു ഫാദർ ഇല്ല. ആരുമില്ല. ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആരുമില്ല. എന്റെ സ്കൂൾ കാലഘട്ടത്തിന്നേ അവസാനിച്ചു പോയി. എന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പോലും എനിക്ക് അവസാനിച്ചു പോയി. ആരുമില്ല ശരിക്കും.
സിംഗിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു സിംഗിൾ പേഴ്സണായിട്ട് ഞാനിങ്ങനെ നിൽക്കും. ഒരു വ്യക്തിയില്ല എൻ്റെ കാര്യത്തിനൊന്ന് ചോദിക്കാൻ. "നീ എന്തിനാ അവളെ അങ്ങനെ ചെയ്തതെന്ന്" ചോദിക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, "അമ്മേ ഇനി മരിക്കുവല്ലാണ്ട് ഇനി വേറൊരു മാർഗ്ഗം നമ്മുടെ ജീവിതത്തിലില്ല." അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ട അയൽപക്കത്തൊരു ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അവരാരെയും വിളിച്ചില്ല. അവരുടെ സ്വന്തക്കാര് മാത്രമേ ഉള്ളായിരുന്നു. അവിടെ ആരെയും വിളിച്ചില്ല. അവര് ഞങ്ങളെ മാത്രം വിളിച്ചു വരണോന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. അന്ന് രാത്രിയില് ഞങ്ങള് മരിക്കാം. ഇവിടെ ഡാമാണ്. നമുക്ക് ഡാമില് കുഞ്ഞിനെയും കൊണ്ട് ചാടി മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തില് ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ ചേച്ചി ഓടി വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൊച്ചും കൂടെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ദൈവദാസൻ ആഹ് അവര് ഒരു സാമുദായിക ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷെ അവിടെ അന്ന് വന്നത് ഒരു പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ ആയിരുന്നു. പകരത്തിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഈ പാസ്റ്റർ അവിടെ ശുശ്രൂഷിക്കാനായിട്ട് വന്നത്. അത് ഞങ്ങളുടെ വിടുതലിന് കാരണമായിരുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം ആ പാസ്റ്റർ അവിടെ വരേണ്ട ഒരു കാര്യമില്ല. അവരുടെ സഭയിലെ ദൈവദാസൻ അന്ന് വരണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഈ ദൈവം അത്ര വലിയവനായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാസ്റ്ററെ അവിടെ അന്ന് പോസ്റ്റ് ചെയ്തത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകുമായിരുന്നു. അവിടെ വെച്ചാണ് ഒരു ടേണിംഗ് പോയിന്റ് ഞാനും അമ്മയും എടുക്കാനായിട്ടുള്ള തീരുമാനം. ഞങ്ങൾ അവിടെ ചെന്നത് എന്തിനാണെന്നും ഞങ്ങൾ ഏത് അവസ്ഥയിലാണ് അപ്പോൾ ഇരിക്കുന്നത് എല്ലാം ആ ദേവദാസൻ അവിടെ വിളിച്ചു പറഞ്ഞു. അപ്പത്തേനും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കാരണം നമ്മൾ അന്വേഷിക്കാതിരിക്കുന്ന സമയത്തും നമ്മളുടെ കാര്യങ്ങൾ ഓർത്ത് വെച്ച് മറന്നു പോകാതെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു കാര്യം എനിക്ക് അപ്പ ബോധ്യമായി. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാന് കർത്താവായ യേശുക്രിസ്തു എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നും നീ എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴും നീ സൈലന്റ് ആയി ഇരുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഒരു ശാശ്വതമായ പരിഹാരം ഒരുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ, നീ സൈലന്റ് ആയിരുന്നല്ലോ. ഒരു തീരുമാനം എനിക്ക് അന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞങ്ങള് മരിക്കാൻ തീരുമാനിച്ച ഞങ്ങള് മരണത്തെ അങ്ങ് മാറ്റി വെച്ചിട്ട് കർത്താവിനെ സ്വീകരിച്ചാണ് അന്ന് രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വളരെ സന്തോഷമായിരുന്നു. പുള്ളിക്കാരൻ അപ്പത്തേക്കും ഉറങ്ങിയായിരുന്നു. കുറച്ച് ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. പക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ കൂടി കൂടി വന്നു. ഓരോ ദിവസവും പ്രശ്നങ്ങൾ, പുതിയ പുതിയ കാരണങ്ങളാ പുള്ളി കണ്ടെത്തുന്നത്. എന്റെ വീട്ടില് എന്നെ കേൾക്കുന്ന സ്ത്രീ ജനങ്ങളുണ്ടെങ്കിൽ, എന്നെപ്പോലെ അനുഭവിച്ചിട്ടുള്ള സ്ത്രീ ജനങ്ങളുണ്ടെങ്കിൽ അവർക്കറിയാം ഒരു മദ്യപാനിയുടെ ജീവിതത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംശയരോഗം എന്ന് പറയുന്നത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്തു എന്ന് അവർ വരുത്തി തീർക്കുകയും അത് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അറിയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന എൻ്റെ കൂടെ പ്രെയർ ചെയ്യുന്ന പലരും എനിക്കറിയാം. അവരൊക്കെ ഈ ഒരു അവസ്ഥ തരണം ചെയ്ത് അതാണ് ഏറ്റവും മദ്യപാനം നമുക്ക് സഹിക്കാം കുറെയൊക്കെ. പക്ഷെ അതിന്റെ കൂടെ ഈ സംശയരോഗം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വന്നു ചേർന്നാൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് ഒരു ഓവർകം ചെയ്യും മരണമല്ലാതെ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മാർഗവും ഇല്ല. അങ്ങനത്തെ ഒരു 10 വയസ്സുള്ള ഒരു ആൺകുട്ടി പോലും എൻ്റെ വീടിന്റെ മുമ്പിലൂടെ പോയാൽ ഞാൻ അടി കൊള്ളണം. ഞാൻ പലപ്പോഴും എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പഞ്ചായത്ത് കിണറുണ്ട്. ചില സമയത്തൊക്കെ വണ്ടിക്കാർ അവിടെ വന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കോരും. ജീപ്പ് നിർത്തിയിട്ടോ ലോറി നിർത്തിയിട്ടോ അവിടെ നിന്ന് വെള്ളം കോരും. അവര് വെള്ളം കോരുമ്പോഴും അവര് വെള്ളം കുടിക്കുമ്പോഴും ഇടി കൊള്ളുന്നത് മുഴുവനും ഞാനായിരുന്നു. കാരണം ഞാൻ അവരെ പ്രാഗിയിട്ടുണ്ട് സത്യമായിട്ടും. ഇവർക്ക് എത്രയോ കിണറുകൾ ഉണ്ടായിരുന്നു, ഇവർക്ക് എത്രയോ സ്ഥലങ്ങൾ വെള്ളം കുടിക്കുക. എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ എന്നെ തല്ലു കൊള്ളിക്കാൻ എന്തിന് ഇവരിവിടെ വന്ന് വെള്ളം കുടിച്ചു ഞാൻ അവരെ പ്രാഗിയിട്ടുണ്ട്. അത്രയ്ക്കോളം വിഷമസ്ഥിതി കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇതൊന്നും മറ്റൊരു പേഴ്സണ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അനുഭവിച്ച വ്യക്തികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു. പിന്നെയും പ്രശ്നങ്ങൾ കൂടി കൂടി വന്നു. അപ്പത്തേക്കും എനിക്ക് തോന്നുന്നു മോൾക്കൊരു 2.5, 3 വയസ്സൊക്കെ ആയി. ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്തു. ഈ കുഞ്ഞിനെ എടുത്തോണ്ട് എവിടെയെങ്കിലും പോയി കളയാന്ന് തീരുമാനിച്ചിട്ട് അമ്മ ജോലിക്ക് പോയി. ഇവരുണ്ടെങ്കിൽ എന്നെ വിടത്തില്ലല്ലോ. അതുകൊണ്ട് അമ്മ ജോലിക്ക് പോയ സമയത്ത് ഞാന് എൻ്റെ കുഞ്ഞു മോളെ എടുത്ത്, എനിക്കറിയില്ല എങ്ങോട്ടാന്ന് അറിയില്ല. എൻ്റെ കാതിൽ 2 കുഞ്ഞു കമ്മല് കിടപ്പുണ്ട്. ഒരുപാട് സ്വർണ്ണമൊക്കെ എൻ്റെ അമ്മ തന്ന എല്ലാം പുള്ളിക്ക് ഇപ്പൊ തോന്നുവാ വണ്ടിക്കൊരു 4 ടയർ മേടിക്കണമെന്ന് തോന്നിയാ ഇവിടെ വരും. എൻ്റെ അടുത്ത് സ്വർണ്ണം ചോദിക്കും. കൊടുത്തില്ലേ അടിക്കും. അത് മേടിച്ചോണ്ട് പോകും. വണ്ടിക്ക് 4 ടയർ മേടിക്കും. ബാക്കി പൈസ കുടിച്ച് തീർക്കും. അങ്ങനെ ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവനും പുള്ളി വിറ്റ് കുടിച്ച് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു. അതിനുശേഷം ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ തീരുമാനിക്കുമ്പം എൻ്റെ കാതിൽ 2 മുട്ടുകമ്മലുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ സ്വർണ്ണക്കടയിൽ പോയിട്ട് ഞാൻ ജീസസ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ കമ്മല് വിറ്റിട്ട് എൻ്റെ പൈസ തരണമെന്ന് പറഞ്ഞു. ആ പൈസ മേടിച്ചുകൊണ്ട് അടിമാലി വഴി പോയ പുള്ളി എന്നെ കണ്ടാ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താ എന്നെ പിടിക്കും. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു മോളെയും കൊണ്ട്
രാജക്കാടുന്ന് പൂപ്പാറ വഴി നെടുങ്കണ്ടത്ത് ചെന്ന് നെടുങ്കണ്ടത്തുനിന്ന് ഞാൻ കട്ടപ്പന കൂടി കോട്ടയത്ത് വന്നു. അപ്പൊ കോട്ടയത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ വീട്ടിന് വെളിയിൽ പോവാത്തൊരു പേഴ്സണാ. അപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആദ്യം കണ്ടത് ഏഹ് അപ്പൊ ഒരു വലിയൊരു ടെന്റ് പോലെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ എന്തായിരിക്കും എന്നിട്ട് കുഞ്ഞു മോൾ എൻ്റെ കയ്യിലുമുണ്ട്. ഞാൻ ഓടി അവിടെ ചെന്നു. അപ്പൊ സ്വർഗീയ വിരുന്നെന്ന് കണ്ടു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാന് എനിക്ക് എവിടെയാ പോകണ്ടേന്ന് അറിയത്തില്ല. അപ്പൊ അവിടെ ഒരു പാസ്റ്റർമാര് കണ്ടു. അവരോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിലെ ഹസ്ബൻഡിന്റെ ഉപദ്രവം മൂലം എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ഏഹ് ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങി പോന്നതാ. എനിക്ക് മരിക്കുവല്ലാണ്ട് ഇനി എങ്ങോട്ടാ തിരിച്ചു പോകണ്ടേന്ന് എനിക്കറിയില്ല. മരിക്കുവല്ലാണ്ട് എനിക്കൊരു മാർഗ്ഗമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, "ഇവിടെ ഇതൊന്നും പറ്റത്തില്ല. ഇവിടെയല്ല ഇത്. ഇവിടെ നമ്മളിങ്ങനെ പ്രെയർ ചെയ്യ മാത്രമേ ഉള്ളൂ" എന്ന് പറഞ്ഞു. അവര് അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കുകയോ, എന്നാ എന്തെങ്കിലും ഒരു മാർഗ്ഗം എനിക്ക് പറഞ്ഞു തരികയോ ചെയ്തില്ല. ഞാൻ അവിടുന്ന് കരഞ്ഞോണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി തിരിച്ചു പോരും. അപ്പൊ എന്റെ മുമ്പില് റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ മരിക്കാം. തിരിച്ചു പോകാനോ എന്തെങ്കിലും ഒരു താമസിക്കാൻ ഒരു ഇടോ കിട്ടിയില്ലേ മരിക്കാം. അത് മാത്രമേ ഉള്ളൂ മുമ്പില് എന്ന് കരുതിയിട്ട് ഞാന് തിരിച്ചു പോരും. അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു. അവരൊരു മാർഗ്ഗവും എനിക്ക് പറഞ്ഞു തന്നില്ല. അപ്പൊ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോന്നിട്ട് ഞാൻ ആദ്യം കാണുന്നത് ഒരു ഓട്ടോക്കാരനെയാണ്. അപ്പൊ ഞാന് ആ ചേട്ടൻ ചോദിച്ചു, "എന്തിനാ മോളെ കരയുന്നേന്ന്?" ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "ചേട്ടാ വീട്ടിലിങ്ങനെ ഒരുപാട് ഉപദ്രവവും ഹസ്ബൻഡ് ഇങ്ങനെ ഉപദ്രവിക്കുവാ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോന്ന. എന്റെ സ്ഥലം ഇന്നതാണ്, ഇന്നയിടത്താണെന്ന്" പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, "മോളെ കരയാതെ. എനിക്ക് നിന്നെപ്പോലുള്ളൊരു മോളുണ്ട്. നീ കരയണ്ട. നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ തണൽ എന്ന് പറയുന്നിട്ട് ഒരു സംഘടനയുണ്ട്. വീട്ടിൽ ഇതുപോലെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ ആണ് അവിടെ ഉള്ളത്. അവിടെ ആനി എന്ന് പറഞ്ഞിട്ടൊരു മേഡം ഉണ്ട്. മേഡത്തിനെ എനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് അവർക്കൊക്കെ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാൻ അവിടെ പോകുന്ന. അവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ആ ഓട്ടോ ചേട്ടൻ എന്നെ അവിടെ ചെന്ന് വിട്ടു. എന്നെയും കുഞ്ഞിനെയും അവർ സ്വീകരിച്ചു. ആനി മേഡം എന്നടുത്ത് ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം സത്യസന്ധമായിട്ട് അവിടെ പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, "അവിടെ നിൽക്ക്" എന്ന് പറഞ്ഞു. എന്നെയും കുഞ്ഞിനെയും അവിടെ ഒരു റൂമിൽ അവരാക്കി. എന്നെ പോലെ തന്നെ വീട് വിട്ട് ഇതുപോലെ കഷ്ടങ്ങൾ കാരണം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന 2-3 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാനും കുഞ്ഞും അവിടെ താമസിച്ചു. ഒരാഴ്ചയോളം താമസിച്ചു കഴിഞ്ഞപ്പം അവരുടെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് പോട്ടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പറഞ്ഞയക്കുന്ന ഒരു നടപടികളുണ്ട് അവർക്ക്. അപ്പൊ ഒരാഴ്ച നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് നമ്മളെ കോട്ടയ ധ്യാന കേന്ദ്രത്തിലേക്ക് അയക്കും. അങ്ങനെ ആ കൂട്ടത്തില് വേറെ 2 സിസ്റ്റർമാരെയും എന്നെയും കൂടി അവിടെ അയച്ചു. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് പ്രാർത്ഥനയിലൊക്കെ അപ്പോഴും എനിക്ക് ഈ നമ്മള് പ്രാർത്ഥിക്കുന്ന പോലത്തെ പ്രാർത്ഥനകളൊന്നും അല്ല. അവരുടെ പ്രാർത്ഥനകളൊന്നും എനിക്ക് അറിയുമില്ല. അപ്പൊ ആ പ്രാർത്ഥന എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. എന്നാലും അവരുടെ കൂടെ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷെ അവിടെ എനിക്ക് അധികം ദിവസം തുടരാൻ പറ്റിയില്ല. എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ഞങ്ങളെ അവിടെ വെച്ച് എന്നെയും കുഞ്ഞിനെയും കൂടെ കണ്ടു. അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് പറഞ്ഞു. ഇദ്ദേഹം അവിടെ വന്ന് പനക്കലച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടിട്ട് എൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ ഒളിച്ചു വന്ന് താമസിക്കുന്നുണ്ട്. അവരെ വിട്ടു തരണമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞു. ഞാൻ ആ അച്ഛനോട് ഞാൻ കാലുപിടിച്ച് പറഞ്ഞു, "ഞങ്ങളെ വിടല്ലേ. ഞങ്ങളെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്ക്. ഞങ്ങളെ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ട് ഏൽപ്പിക്ക്. ഞങ്ങളെ വിട്ട് കളയരുത്. ഞങ്ങളെ കൊല്ലും ഇയാള്. അതുകൊണ്ട് ഞങ്ങളെ വിട്ട് കളയരുതെന്ന്" പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇടവകയില് രാജാക്കാട് ചർച്ചിലെ ഇടവകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഉള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. അവിടുത്തെ അച്ഛനെ കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ട് അവിടുത്തെ അച്ഛൻ പനക്കലച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, "ഞങ്ങളെ വിട്ടുകൊടുക്കണമെന്ന്" പറഞ്ഞു. ഞങ്ങളെ ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ആ അച്ഛന്മാരുടെ എല്ലാം കാലുപിടിച്ച് പറഞ്ഞു, "ഞാൻ അനുഭവിക്കുന്ന കഷ്ടം അത്രത്തോളം വലുതാ. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വേറെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്നെയും കുഞ്ഞിനെയും കൂടി. ഞാൻ അവിടെ പറഞ്ഞോളാം" എന്ന് പറഞ്ഞപ്പം അവരാരും കേസ് കൊടുക്കാനോ പോലീസുകാരെ വിളിക്കാനോ തയ്യാറാകാതെ ഇദ്ദേഹത്തിന്റെ കൂടെ ഈ മദ്യപിച്ച് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. ബസ്സിലിരുന്ന് തന്നെ തുടങ്ങി ഉപദ്രവവും അടിയും ഒക്കെ ബസ്സിലുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട്. ഇന്നത്തെ പോലെ റിയാക്ട് ചെയ്യാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരു പെൺകുട്ടിയെ ബസ്സിലിരുന്ന് ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്യുമ്പം ആരായാലും ഒന്ന് ചോദിക്കും. ഒരു മനുഷ്യനും ചോദിച്ചില്ല. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലൂടെ എന്തെങ്കിലും ഒരു തിക്ത അനുഭവം പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ ഉണ്ടായാൽ അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരു സമൂഹം ഉള്ളതാണ് ഇന്നത്തെ ഒരു 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 ബലം എന്ന് പറയുന്നത്. അന്ന് അതില്ലായിരുന്നു. ആരും ചോദിച്ചില്ല. ഞങ്ങളെ ഇവിടെ വീട്ടിൽ കൊണ്ട് അടിമാലി വന്നപ്പോൾ പുള്ളിയുടെ പെങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് ഉപദ്രവിച്ച് അതിനുശേഷം പുള്ളി തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പിറ്റേ ദിവസം കൊണ്ടുവന്നു. പിന്നെ അതിനേക്കാളും ബഹളമായി.
അപ്പൊ എനിക്ക് പിന്നീട് എനിക്കൊരു മാർഗ്ഗമില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് കുഞ്ഞ് ചിരിക്കുന്ന കാണുമ്പോ എനിക്ക് അവളെ കൊല്ലാനും തോന്നുന്നില്ല. എനിക്ക് മരിക്കാനും തോന്നുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ മനസ്സിലൊരു തീരുമാനം എടുത്തു. ഇനി ഒരിക്കലും കുഞ്ഞിനെ കൊല്ലരുത്. ഞാനുള്ളത് കൊണ്ടാണല്ലോ ഇയാൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. ഈ വീട്ടിൽ ഇയാൾ നിൽക്കാനുള്ള കാരണം ഞാനുള്ളത് കൊണ്ടാ. ഞാൻ ഈ വീട് വിട്ടു പോയാ ഇയാൾക്ക് ഒരിക്കലും എന്റെ വീട്ടിൽ നിൽക്കാനുള്ള ഒരു അവകാശമില്ല. എന്റെ കുഞ്ഞും എന്റെ അമ്മയെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചോളൂ എന്ന് കരുതിയിട്ട് ഞാൻ ഈ കുഞ്ഞിനെ ഈ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ പോയി. ആം, ഞാൻ മാത്രമായിട്ട് പോയി. ഏഹ് ഞാൻ ചെന്നത് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ചെന്നത്. അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഒരു ഹോം നഴ്സിംഗ് സ്ഥാപനത്തില് ജോബ് ആൻഡ് ജോബ്സ് എന്ന് പറഞ്ഞൊരു ഹോം നഴ്സിംഗ് സ്ഥാപനത്തില് ഞാനൊരു ജോലി ചോദിച്ചു. എനിക്കൊരു ജോലി തരാവോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പം അവരെനിക്കൊരു ജോലി തന്നു. ഞാൻ ആ ജോലി സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്തു. ആഹ് വരുമാനങ്ങള് അന്നൊക്കെ 3000 രൂപയുള്ളായിരുന്നു. ഇന്നൊക്കെ 30,000 രൂപയോളം സാലറി ഉണ്ട് പെർ മന്ത്. അന്ന് 3000 രൂപ 2500 3000 രൂപയ്ക്കാണ് ഞാൻ ജോലി ചെയ്തത്. ആ വീടുകളിൽ എനിക്കൊരു ഭയങ്കര ഒരു ഷെൽട്ടർ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുഞ്ഞിന് പൈസ അയച്ചു കൊടുക്കുകയും വീട്ടിലെ കാര്യങ്ങൾ പുള്ളിക്ക് ഞാൻ എവിടെയാന്നറിയില്ല. എന്നെ അന്വേഷിച്ച് പുള്ളി ഒരുപാട് തിരഞ്ഞു. പക്ഷെ എന്നെ കണ്ടില്ല. എന്നെ ഒരുപാട് തിരക്കി. അതിനുശേഷം ആഹ് കുറച്ച് നാള് കൂടി കഴിഞ്ഞപ്പം ഞാൻ യേശുവിനെയൊക്കെ മറന്നു ട്ടോ. യേശുവൊന്നും എന്റെ ലൈഫിലില്ല. എന്റെ ലൈഫില് ഞാൻ അപ്പൊ ചിന്തിച്ചൊരു കാര്യം, ഞാൻ എത്രത്തോളം കരഞ്ഞു, ഞാൻ എത്രത്തോളം പ്രാർത്ഥിച്ചു, ഞാൻ എത്രത്തോളം കണ്ണുനീരോടുകൂടി സത്യസന്ധമായിട്ട് ഒരു തെറ്റും ചെയ്യാതെ ദൈവസന്നിധിയില് സത്യസന്ധമായിട്ട് ജീസസ് ക്രൈസ്റ്റിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അനുസരിച്ച് നിൽക്കണം. എനിക്കൊരു നല്ല ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെനിക്ക് തന്നില്ല. എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല. എന്റെ നാട്ടില് ഞാൻ ഇവിടുന്ന് ബസ് കയറുമ്പോ എന്റെ മനസ്സിലൊരു ദൈവമേ, ഇനി ഒരിക്കലും ഈ നാട്ടിലോട്ട് തിരിച്ചു വരാൻ എന്നെ ഇടയാക്കരുത്. ഇനി അഥവാ ഞാൻ തിരിച്ചു വന്നാൽ എന്നെ പെട്ടിക്കകത്താക്കിയിട്ട് മരിച്ച ഒരവസ്ഥയെ മാത്രം എന്റെ നാട്ടിലോട്ട് നീ കൊണ്ടുവരാവുള്ളൂ എന്നൊരു തീരുമാനം എടുത്താണ് ഞാൻ പോകുന്നത്. കുഞ്ഞിനെ ഇനി എനിക്ക് കാണണ്ട, അമ്മയെ എനിക്ക് കാണണ്ട, എനിക്ക് എന്റെ വീടും ഇല്ല, ആരുമില്ല. പക്ഷെ പൈസയും കാര്യങ്ങളും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും. പക്ഷെ എനിക്ക് ഈ നാടോ വീടോ ഒന്നും വേണ്ട. അവരെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. ഞാൻ വരുത്തി വെച്ച ഒരു കാര്യം കൊണ്ടാണ് അവർ ഈ കഷ്ടങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. വിളിയില്ല, ആരെയും കോണ്ടാക്ട് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഒളിച്ചു നടക്കുക. പക്ഷെ ആ കാലഘട്ടത്തിൽ ക്രിസ്തു എന്റെ ജീവിതത്തിൽ ഇല്ല. ക്രിസ്തുവിനെ ഞാൻ മറന്നു. ക്രിസ്തു എന്ന പാട്ടുകൾ മറന്നു. പിന്നീട് അങ്ങോട്ട് ജീവിതം എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം ദൈവസന്നിധിയിൽ നിന്നിട്ട് പിന്മാറിപ്പോയതിന് ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ഉദാഹരണമാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നിട്ട് പിന്മാറിപ്പോയാൽ എന്തായിരിക്കും അവർക്ക് വരുന്ന പരിണിത ഫലം എന്നുള്ളതിന്റെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്റെ സാക്ഷ്യം കേട്ടിട്ട് പിന്മാറിപ്പോയ മക്കളുണ്ടെങ്കിൽ, എന്റെ സാക്ഷ്യം കേട്ടിട്ട് പിന്മാറിപ്പോയ യുവജനങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ ലൈഫിൽ വന്ന അനുഭവങ്ങൾ പിന്മാറ്റത്തിൽ നിന്നുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു സാക്ഷ്യത്തിന് വേണ്ടി ഇരിക്കുന്നത് തന്നെ അതിനാണ്. കാരണം എനിക്ക് പിന്നീട് പല പല സ്ഥലങ്ങളിൽ ഞാൻ ജോലികൾ മാറി മാറി ചെയ്തു. ശമ്പളം കയ്യിൽ വന്നു. ഒരുപാട് പൈസയായി. ഒരുപാട് സൗഹൃദങ്ങളെ എനിക്ക് കിട്ടി. കാരണം നമ്മളുടെ കയ്യിൽ സാമ്പത്തികമുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. എന്താ പറയാ, ധൂർത്തപുത്രന്റെ കഥ. അവന്റെ കയ്യിൽ ഒരുപാട് അപ്പന്റെ ഓഹരി വിറ്റ് കിട്ടി ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. ആ പൈസ ഉണ്ടായിരുന്ന സമയത്ത് അവൻ രാജാവിനെ പോലെയായിരുന്നു. അവന്റെ ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു. അവന്റെ കൂടെ മദ്യപിക്കാനും അവന്റെ കൂടെ സന്തോഷിക്കാനും അവന്റെ കൂടെ ഡാൻസ് ചെയ്യാനും ഒക്കെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ആരും ഉണ്ടാകില്ല എന്നൊരു തെളിവാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. എറണാകുളത്തിന്റെ പ്രദേശത്ത് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. നല്ല നല്ല സൗഹൃദങ്ങളാണെന്ന് ഞാൻ വിശ്വസിച്ച ഒത്തിരി സൗഹൃദങ്ങൾ കിട്ടി. പക്ഷെ എല്ലാ സൗഹൃദങ്ങളും നല്ലതായിരിക്കണം എന്നില്ല. അങ്ങനെ കിട്ടിയ ഒരു സൗഹൃദം 2009 സാമ്പത്തികം ഉണ്ടാക്കി. എനിക്ക് വരുമാനം ഉണ്ടായി, സാമ്പത്തികം ഉണ്ടായി, വാഹനങ്ങൾ ഉണ്ടായി, എല്ലാം ഉണ്ടായി. പക്ഷെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളുകൾ ചതിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോയി. നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മൾ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യകോലമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയതിന്റെ പരിണിത ഫലം ഞാൻ അന്ന് 2009 അനുഭവിച്ചു. 2009 യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാറില്
പോലീസുകാർ വന്ന് കൈ കാണിക്കുന്നു. കലൂര് വെച്ചിട്ടാണ് കൈ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറങ്ങ്, നിങ്ങളുടെ വണ്ടി സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. ഏഹ് അപ്പോ അവര് വണ്ടി സെർച്ച് ചെയ്തു. വണ്ടിക്കകത്തുനിന്ന് കിലോ കണക്കിന് കഞ്ചാവ് ഡിക്കിക്കകത്തുനിന്ന് എടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സറിവില്ല, ഇത് എവിടുന്ന് വന്നു എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങളല്ല, നിങ്ങളുടെ വണ്ടി ആര്? ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യാറുണ്ട് വണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ തകർന്നു പോയി. ഇതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കലൂര് കസ്ബ സ്റ്റേഷനിലോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എനിക്ക് മനസ്സിലാകുന്നില്ല. വണ്ടി കസ്റ്റഡിയിലെടുത്തു. എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ചെന്ന് ഞാൻ എല്ലാ ഫ്രണ്ട്സും കുറെ പേരെ വിളിച്ചു. എനിക്ക് ഫോൺ തരാൻ പറഞ്ഞു. ഫോണിൽ വിളിച്ചു. അവരെല്ലാം ആരും ഫോൺ എടുക്കുന്നില്ല. എന്നെ അതുവരെ സപ്പോർട്ട് ചെയ്തിരുന്നവരും അതുവരെ സ്നേഹിച്ചവരും ഞാൻ സ്നേഹിതരെന്ന് വിശ്വസിച്ച് ആരും എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിഞ്ഞു തോന്നി. ഞാന് എവിടെയാണ്, എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിച്ചു, മോളെക്കുറിച്ച് ആലോചിച്ചു, എന്റെ വീടിനെക്കുറിച്ച് ആലോചിച്ചു. ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല എന്താണെന്ന്. അവസാനം കേസ് നടന്നുകൊണ്ടിരിക്കുക. എറണാകുളം ജില്ലാ ജയിലിലോട്ട് അവര് മാറ്റി. റിമാൻഡിന് 7 ദിവസം കഴിയുമ്പോൾ അവര് ജയിലിൽ ഹാജരാക്കും. അതിനുശേഷം 8 മാസങ്ങൾക്ക് ശേഷം അമ്മയൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പറയണമെന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ ചതിച്ചതാ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ പണിയെടുക്കും, പൈസ ഉണ്ടാക്കും എന്നല്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ ചെയ്തിട്ടില്ല എന്നെനിക്ക് ഉറക്കെ പറയണം. പക്ഷെ എന്നെ കേൾക്കാൻ ആരുമില്ല. ഞാൻ പറയുന്ന സത്യമാണെന്ന് മനസ്സിലാക്കിയാലും കേൾക്കാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കിടക്കുമ്പോഴാണ് എനിക്ക് ഒരു മേഡത്തിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കഥകളും പറഞ്ഞു. ഞാൻ അനുഭവിച്ച എല്ലാ കഥകളും പറഞ്ഞു. ഇന്നും ആ മേഡം എൻ്റെ ഗുഡ് ഫ്രണ്ടാണ്. ആ മേഡത്തിൻ്റെ അടുത്ത് കഥകളെല്ലാം പറഞ്ഞപ്പോൾ മേഡം എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നിന്റെ ഭാഗത്ത് സത്യമുണ്ട്, ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പെന്തക്കോസ്തിലെ പാസ്റ്റർമാരോ ഇതുപോലെ ജയിലിൽ സർവീസ് നടത്തുന്ന ആരോ കൊണ്ടുവന്ന് കൊടുത്ത ട്രാക്റ്റുകൾ എനിക്ക് ഒരുപാട് കിട്ടി. ഞാൻ അവിടെ ഇരുന്ന് വായിച്ചു. ഞാൻ പാടിയ പാട്ടുകൾ ഞാൻ ഓർത്തു. ഞാൻ വായിച്ച ദൈവവചനങ്ങൾ ഞാൻ അവിടെ വെച്ച് ഓർത്തു. അതിനുശേഷം സെഷൻസ് കോർട്ട് 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് വിയ്യൂർ സെൻട്രൽ ജയിലിലോട്ട് അയച്ചു. വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ വാതിക്കല് ഞാൻ കയറുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ആദ്യം എന്റെ കണ്ണിൽ ഇരുട്ട് വരുന്ന പോലെ തോന്നി. പിന്നീട് ഞാൻ ആ ഇരുട്ടിൽ ഞാനിങ്ങനെ കാണുകയാണ്. അതിന്റെ വലതുവശത്തായിട്ട് കർത്താവായ യേശുക്രിസ്തു ഒരു ചെയറിൽ ഇരിക്കുക. ഇരുന്നിട്ട് കുറെ പോലീസുകാർ ചുറ്റുമുണ്ട്. യേശു എന്നോട് പറയുവാ, മോളെ, നീ ഇവിടെ ഇരിക്കാതിരിക്കാനാ ഞാനന്ന് മരിച്ചത്. ഞാൻ വളരെ സ്പഷ്ടമായിട്ട് എന്റെ കാതുകളിൽ കേട്ടൊരു ശബ്ദമാ, നീ ഇവിടെ വരാതിരിക്കാനാ ഞാനന്ന് മരിച്ചത്. നീ അത് മറന്നുപോയി. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ കഷ്ടങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും യേശുവിനോട്, ഞാൻ ഇവിടെ വന്നത് ഞാൻ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടിട്ടാ. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ആരോപിക്കപ്പെട്ടിട്ടാ. പക്ഷെ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പം യേശു പറഞ്ഞു, ഞാനും കുറ്റം ചെയ്യാതെയാ വിധിക്കപ്പെട്ടത്. പക്ഷെ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു. നിന്നെ മരണത്തിന് ഏൽപ്പിക്കാതെ നിന്നെ കാത്തത് ഞാനാ എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ട്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഇത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവരെന്നെ തട്ടി വിളിച്ചു, ബാ കയറി വാന്ന് പറഞ്ഞു. വനിതകൾ മാത്രം താമസിക്കുന്ന ഒരു ലോക്കപ്പിൽ കൊണ്ടാക്കി. അവിടെ ചെന്ന സമയത്തും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയി. ഞാൻ ആകെ ടെൻസ്ഡ് ആയി ഭയങ്കരമായിട്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇനി ഇവിടുന്ന് ഒരു റിലീഫ് ഇല്ല. 10 ഇയേഴ്സ് അടുത്ത വർഷം 2027 എന്റെ റിലീസ്. അതിൽ എഴുതിയിരിക്കുന്നത് ഈ 2027 പുറത്തിറങ്ങാം. അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അവിടെ കിടന്നു. ജയിലിലുള്ള എല്ലാ വാർഡന്മാർക്കും ഓഫീസർമാർക്കും ഒക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഞാൻ എല്ലാവരോടും വളരെ നന്നായിട്ട്. പക്ഷെ ഞാൻ അവിടെ ഒരു കാര്യം തീരുമാനിച്ചു വന്ന്, ഇവിടെ കിടക്കുന്ന എന്നെ പോലെ പലരും തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ട്. ഇവരോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാ ഇത്. പറയണം തോന്നി. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു.
കുറേ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ നാട്ടിൽ എന്റെ അമ്മ സുവിശേഷം അറിയിക്കുന്നു, എന്റെ പാസ്റ്റർമാര് സുവിശേഷം അറിയിക്കുന്നു, ഒരുപാട് പേര് സുവിശേഷം അറിയിക്കുന്നു. ഇതുപോലെ തെറ്റ് ചെയ്തും ചെയ്യാതെയും വന്നിരിക്കുന്ന ഇതുപോലത്തെ ജയിലറകളില് സുവിശേഷം അറിയിക്കുന്ന ഒരാളെ എങ്കിലും ഇവിടെ കൊണ്ടുവരാൻ നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ അത് ചെയ്യണേ. ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന്റെ 7-ാം ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. 7-ാം ദിവസം കോഴിക്കോടുള്ള ഒരു പ്രയർ മിനിസ്ട്രി, അവര് ജയിൽ സന്ദർശനത്തിന് വേണ്ടിയിട്ട് അവർക്ക് പെർമിഷൻ ഇല്ല. അലക്സാണ്ടർ സാറായിരുന്നു ജയിൽ സൂപ്രണ്ട്, ജയിൽ അധികാരി അന്ന്. ആ പ്രത്യേക പെർമിഷൻ അലക്സാണ്ടർ സാർ കൊടുത്തു. ADGP അലക്സാണ്ടർ. അദ്ദേഹമാണ് ജയിലില് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസർമാർക്ക് കടന്നു വരാനുള്ള അധികാരം കൊടുത്ത് അവരെ അന്ന് ജയിലിലോട്ട് അയച്ചത്. എനിക്ക് അവരെ കണ്ടപ്പോ എന്റെ ബന്ധു അല്ലെങ്കിൽ എന്റെ അമ്മ, എന്റെ ഫാമിലി മെമ്പർ വന്നതുപോലെ ഞാനപ്പോ ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവമേ, ഈ പാപികൾ താമസിക്കുന്നിടത്തുനിന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ കേട്ടിട്ട് 7-ാം ദിവസം നീ അവരെ അയച്ചെങ്കിൽ സത്യമായിട്ട് നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നീ എന്നെ അറിയുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 7 ദിവസമായി. നിങ്ങളെ അയച്ചത് 7ന്റെ അന്ന് നിങ്ങളെ അയച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരെനിക്ക് ഒരുപാട് ബൈബിളുകളും കാര്യങ്ങളും ഒക്കെ തന്നു. എന്നെ പഠിപ്പിച്ചു. ഞാൻ മറ്റുള്ളവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തു. എന്റെ കൂടെയുള്ള ഒരുപാട് പേര് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും അവര് കർത്താവിലേക്ക് മനം തിരിയുന്നതും, തെറ്റ് ചെയ്തവർ പോലും അവര് ഇനി തെറ്റ് ചെയ്യത്തില്ല, കർത്താവിനെ വിശ്വസിക്കുമെന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് ജാമ്യത്തിലൊക്കെ പോകുന്നു എനിക്ക് അറിയാൻ സാധിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഭാഷ അറിയത്തില്ലാത്ത ഒരു ഇറാനിയ പെൺകുട്ടി, മർജാൻ എന്നാണ് പേര്. ആ പെൺകുട്ടി അവിടെ ജയിലിൽ വന്നു. അവരുടെ വിസ എക്സ്പയർ ആയതുകൊണ്ട് അവര് വന്നതാണ്. പക്ഷെ കൂടെയുള്ള കാമുകൻ ചതിച്ചിട്ട് പോയി. അങ്ങനെ അവര് ജയിലിൽ വന്നു. എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു മർജാൻ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. അവളെപ്പോഴും പറയും, ജീവനുള്ള ഒരു ദൈവമുണ്ട്, ദൈവമുണ്ട്. ഞാൻ പറയും, ജീവനുള്ള ഒരു ദൈവമുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നീ വിശ്വസിക്കുക. നിനക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും നിന്റെ ഒരു ജാമ്യാപേക്ഷ പ്രസന്റ് ചെയ്യും, നിന്നെ വിടുവിക്കും. അതിന് വേണ്ടിയിട്ട് ആളെ ഒരുക്കും, നീ വിശ്വസിക്കപ്പെടും. അവൾ എന്റെ കൂടെ, അവൾക്ക് ഭാഷ അറിയില്ല. അവൾക്ക് എന്താ പറയാ, അവരുടെ ഭാഷയെ അറിയുള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് അറിയാം. എന്റെ കൂടെ ഇരിക്കും, സംസാരിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അവൾക്ക് അറിയാവുന്നത് പോലെ അവൾ എന്റെ കൂടെ പ്രാർത്ഥിക്കും. പക്ഷെ ഒന്ന് എനിക്കറിയാം, ഭാഷകൾക്ക് അതീതമായിട്ട് കണ്ണുനീരിന് പ്രാർത്ഥനയേക്കാൾ വിലയുണ്ട്, കണ്ണുനീരിന് മറുപടിയുണ്ട് എന്നുള്ളൊരു തെളിവാണ് ആ കുട്ടിയുടെ പ്രാർത്ഥന. കാരണം പ്രാർത്ഥന അറിയില്ലെങ്കിലും ദൈവസന്നിധിയിൽ കരഞ്ഞാൽ അതെല്ലാം ദൈവം തുരുത്തിയിലാക്കി വെച്ചിട്ട് മറുപടി കൊടുക്കുന്ന ഒരു ദിവസം ഉണ്ടെന്നതിനൊരു തെളിവാണ് ആ കുട്ടി 3 മാസത്തിനുള്ളില് അവിടുന്ന് റിലീസായി പോയി. എന്റെ കയ്യിൽ 5 പൈസയില്ല. പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു മാർഗ്ഗവും ഇല്ല. എന്റെ ബാങ്ക് ബാലൻസ് എല്ലാം ക്ലോസ് ചെയ്തു. ഒന്നുമില്ല എന്റെ കയ്യില്. പക്ഷെ ആ പെൺകുട്ടി എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങള്, അവൾ എന്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്. കാരണം ഞാൻ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് ഒന്നും ആ പൈസ എടുത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ കുട്ടി, ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ 1-2 പേരുടെ അഡ്രസ്സ് തരാം. അവര് എന്താ പറയാ, ഭർത്താവ് എന്താ പറയാ, കുഞ്ഞുങ്ങളെ കൊന്നവരും അല്ലെങ്കിൽ മാതാപിതാക്കന്മാര് ഒറ്റയ്ക്കാക്കിയിട്ട് ജയിലിൽ വന്നത് അവരുടെയൊക്കെയാണ്. ഞാൻ പറയാം, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. മാതാപിതാക്കന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യണം. ഈ പുറത്ത് പോയിട്ട് നീ ഇത് ചെയ്യണം. എനിക്കായിട്ടൊന്നും നീ കരുതരുത്. നീ ഞാൻ തരുന്ന അഡ്രസ്സിലോട്ട് നിനക്ക് പറ്റുന്ന സഹായം ചെയ്യുക. അവൾ കുറേ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചു. ഇന്നും കോണ്ടാക്ട് ഉള്ള ഒരു പേഴ്സൺ ആണ് ആ കുട്ടി. അപ്പം അതുപോലെ ഒരു വലിയ അത്ഭുതങ്ങൾ അതിനകത്ത് നടന്നു. അപ്പോഴും ഞാൻ എന്റെ റിലീഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതേ ഇല്ല. എനിക്ക് ഇതിനകത്ത് നിന്ന് എന്തായാലും 2027 എനിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് എന്താ പറയാ, ഈ ഒരു നിയമത്തിന്റെ രേഖകളാണ്. അതൊരിക്കലും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അവിടെ ഇരുന്ന് എനിക്ക് തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ടോ എന്റെ റിലീഫിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ ഞാൻ റിലീസ് ആവത്തില്ല, റിലീസ് ആവാൻ പോകുന്നുമില്ല. അപ്പൊ എനിക്ക് വേണ്ടി എന്റെ ഞാൻ അങ്ങ് മാറ്റി വെച്ചു. പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അതിനകത്ത്. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പം അപ്പത്തേക്കും ശിക്ഷ വിധിച്ചിട്ട് ഒരു 3 മാസത്തോളമായി. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്, സൗമ്യ, ഇത്ര നമ്പർ കേസിലെ ഇത്ര നമ്പർ പ്രതിയായിരിക്കുന്ന സൗമ്യ, നിങ്ങളുടെ കേസ് വെറുതെ വിട്ടിരിക്കുന്നു എന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വന്നു എന്നും പറഞ്ഞ് ഞാൻ ആ ഒരു ന്യൂസ് കേട്ടപ്പോ ആ ഒരു സമയത്ത് ഞാൻ തലകറങ്ങി വീണു. ഓഫീസർമാരെല്ലാം ഓടി വന്നു. എന്റെ വെൽഫെയർ
ഓഫീസറായിട്ടുള്ള സുരേഷ് സാർ ഉൾപ്പെടെ എന്നെ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരുടെടുത്തും ഞാൻ നല്ല എൻജോയ് ആയിട്ട് ഹാപ്പി ആയിട്ടാണ് അവിടെ താമസം. അവരെല്ലാം ഓടി വന്നു. സൂപ്രണ്ട് ഉൾപ്പെടെ അനിൽകുമാർ സാറാണ്. നമ്മുടെ സെൻട്രൽ പ്രിസൺ എന്താ പറയുക, ട്രിവാൻഡ്രം പൂജപ്പുരയുള്ള അനിൽകുമാർ സാറായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, "എന്താ ഈ കേൾക്കുന്നേ?" ഞാൻ പറഞ്ഞു, "എനിക്ക് മനസ്സിലാവുന്നില്ല." സാർ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടി ചോദിക്ക്. മാറിപ്പോയതായിരിക്കും. വേറെ ആർക്കെങ്കിലും ആയിരിക്കും. എന്റെ കാര്യമല്ല. ഞാൻ 2027 പോകത്തുള്ളൂ. സാർ ഒന്നുകൂടെ ചോദിക്കാൻ പറഞ്ഞു. അവരപ്പം തന്നെ ഒന്നുകൂടെ ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആള് മാറിയിട്ടൊന്നുമില്ല. ഞാൻ തന്നെയാണെന്ന് മനസ്സിലായി. ഏഹ് ശരിക്കും പറഞ്ഞാ എനിക്ക് ചിരിക്കണോ കരയണോ? എന്റെ കൂടെയുള്ളവരെല്ലാം ഭയങ്കര എന്തോ ഒരു വലിയൊരു ബോംബ് വീണ പ്രതീതി. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ആണുങ്ങളുടെ ഭാഗത്ത് ആണുങ്ങളും പെണ്ണുങ്ങളുടെ ഭാഗത്ത് പെണ്ണുങ്ങളും എല്ലാവരും ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുക. ഇത് ഒരിക്കലും നടക്കാത്ത കാര്യം. എനിക്കൊരു കാര്യം മനസ്സിലായി. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്നതിനുള്ള ഒരു തെളിവായിരുന്നു എന്റെ ഒരു വിടുതല്. കാരണം ഞാൻ അവിടുന്ന് അവര് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. അപ്പം നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ടു. ഞാൻ എങ്ങനെയാണോ എന്താ പറയാ അങ്ങോട്ട് പോയത്, അതുപോലെ പുറത്തോട്ട് വരുമ്പം ഞാൻ കാണുന്നൊരു കാഴ്ച അന്ന് വരെ കാണാത്തൊരു വലിയ കാഴ്ചയായിരുന്നു. കാരണം ഇത്രയും വലിയൊരു കേസില് ശിക്ഷിക്കപ്പെട്ട് ഞാൻ അകത്ത് കിടന്നിട്ട് 3 മാസത്തിനുള്ളിൽ ഞാൻ കുറ്റം ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയില്ല. ആരാണ് എനിക്ക് വേണ്ടി അപ്പീല് പോയതെന്നോ, ആരാണ് എനിക്ക് വേണ്ടി കാശ് ചെലവാക്കിയതെന്നോ, ആരാണ് എനിക്ക് വേണ്ടിയിട്ട് വാദിച്ചത് അഡ്വക്കേറ്റെന്നോ. പിന്നീട് ഞാൻ അറിയുന്നു അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് എനിക്ക് വേണ്ടിയിട്ട് ഹാജരായതെന്നൊക്കെ ഞാൻ അറിയുന്നു. പക്ഷെ എനിക്ക് വേണ്ടി പൈസ ചെലവാക്കിയതോ, എനിക്ക് വേണ്ടിയിട്ട് ആ അഡ്വക്കേറ്റിന് ഒരു സിറ്റിങ്ങിന് 2 ലക്ഷം രൂപ മേടിക്കുന്ന അഡ്വക്കേറ്റിന് ആരാ പൈസ കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. സീരിയസ്ലി. ഞാനവിടുന്ന് വനിതകളുടെ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് പിന്നെ മെയില് പുരുഷന്മാരുടെ ജയിലിന്റെ അങ്ങോട്ടാണ്. അവിടെ 2 വശത്തും നിറച്ച് ആൺകുട്ടികൾ. അവിടെയുള്ള പുരുഷന്മാര് മുഴുവനും അവരെന്നോട് പറയുന്നു, "സൗമ്യ, ഗോഡ് ബ്ലെസ് യു. ദൈവം നിന്നെ വിടുവിച്ചു." അത്രയും വലിയൊരു അത്ഭുതം. എന്നോട് സുരേഷ് സാറ് പറഞ്ഞൊരു കാര്യം, "മോളെ, എന്റെ 37 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇത്രയും വലിയൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് 3 മാസം കൊണ്ട് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് വെളിയിൽ പോകുന്ന ആദ്യത്തെ പേഴ്സണാലിറ്റി നീയാ." എനിക്കറിയില്ല, ഞാൻ അവിടുന്ന് പുറത്തിറങ്ങുമ്പം എന്റെ കയ്യിൽ പൈസ ഇല്ല, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു സാറ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാറാണ്. എന്റെ അച്ഛനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. തോമസ് സാർ എന്നാണ് പേര്. അദ്ദേഹം എന്റെ കയ്യിൽ 1000 രൂപ എടുത്ത് വെച്ച് തന്നിട്ട് പറഞ്ഞു, "എങ്ങും പോകരുത്. നേരെ വീട്ടിലോട്ട് പോണം. അമ്മേനെ കാണണമെന്ന്" പറയും. അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും തോന്നി. ഞാൻ ചോദിച്ചു, "അവരൊക്കെ എന്നെ ഇനി സ്വീകരിക്കോ? നിന്നെ അവര് സ്വീകരിച്ചില്ലെങ്കിൽ നീ തിരിച്ച് എന്നെ വിളിക്കണോ?" എന്നും പറഞ്ഞ് എനിക്ക് നമ്പർ തന്നു. ഒരിക്കലും ഒരു ജയിൽ ഓഫീസർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. മറ്റൊരു പേഴ്സണുമായിട്ടുള്ള കോണ്ടാക്ട്സ് അവർക്ക് പാടില്ല. പക്ഷെ എനിക്കറിയില്ല. എന്നെ സ്നേഹിച്ച ഒരുപാട് വാർഡന്മാര് എനിക്കറിയാം. പേര് എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്തത്രയും ജയിൽ വാർഡന്മാര്. അവരെനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ മീഡിയയുടെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്രത്തോളം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കരുതുകയും ചെയ്ത ഒരുപാട് പേര്. ഇതൊന്നും എന്റെ മിടുക്ക് കൊണ്ടല്ല. എന്റെ അമ്മയുടെ കണ്ണുനീര് പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. ഞാനൊരു കാര്യം അന്ന് അവിടുന്ന് വിശ്വസിച്ചു. കാരണം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുള്ള ഒരു മക്കളും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്റെ ദൈവസന്നിധിയിൽ ഞാൻ വന്നിട്ട് ഞാൻ പിന്മാറിപ്പോയിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് മേടിച്ച അടിയെന്ന് തന്നെ പറയാം. ദൈവം എന്നെ അടിച്ചതാ. എന്നെ അടിച്ചൊതുക്കി. ലോകം എന്താണെന്ന് എന്നെ കാണിച്ചു തന്നു. സമൂഹം എങ്ങനെയാണെന്ന് എന്നെ കാണിച്ചു തന്നു. മറ്റുള്ള വ്യക്തികളോട് ദൈവത്തെ ആരാധിക്കുന്ന മക്കള് ഇടപെടേണ്ടതും ഇടപെടണ്ടാത്തതുമായിട്ടുള്ള മേഖലകള്, സഞ്ചരിക്കേണ്ട വഴികള്, സംസാരിക്കേണ്ട രീതികള്, ഇതൊക്കെ എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ അടിച്ചതാ. ആ അടിച്ച അടി ഞാൻ കൊണ്ടിട്ടും ഞാൻ മരിക്കാതിരുന്നത് എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ. ജീവിക്കുന്ന ദൈവത്തെ വിളിക്കുന്ന മാതാപിതാക്കന്മാരുള്ള ഒരു മക്കളും നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിന്റെ തെളിവായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്ന് എനിക്ക് സമാധാനമുണ്ട്. ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ എന്റെ ഭർത്താവും എന്റെ അമ്മയും എന്റെ കുഞ്ഞും എന്റെ വീട്ടിൽ ഒരുങ്ങിയിരുന്നു.
ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ എന്റെ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ എന്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും, ഞാൻ തെറ്റ് ചെയ്യപ്പെടാതെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അതിന്ന് ദൈവം എന്നെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരിക മാത്രമല്ല, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ യൗവനകാലത്തെ ജീവിതം എനിക്ക് മടക്കി തരാൻ ദൈവം അവിടെ കരുതി വെച്ചു. ഇത് തന്നെയാ ചെയ്തത് ധൂർത്തുപുത്രന്റെ മാതാപിതാക്കന്മാരും. ധൂർത്തുപുത്രൻ എല്ലാം നശിപ്പിച്ച് അവൻ നാശത്തിലേക്ക് പോയപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹം എനിക്ക് എന്റെ വീട്ടിൽ അനുഭവിച്ചറിയാൻ സാധിച്ചു. കാരണം ഞാനൊരു കുറ്റവാളിയായിട്ടല്ല എന്റെ നാട്ടിൽ വന്നത്. നഷ്ടപ്പെട്ടു പോയൊരു മകളെ കിട്ടിയ അമ്മയുടെ കരുതലും സ്നേഹവും, നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ തിരിച്ചു കിട്ടിയ ഭർത്താവിന്റെ സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതൊരു ഭയങ്കര, പറഞ്ഞാൽ വാക്കുകളില്ല. എനിക്ക് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെന്നുണ്ട്. കാരണം അനുസരണക്കേടിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾ എന്നെ കണ്ടു പഠിക്കണം. അനുസരിച്ചില്ലെങ്കിൽ, അനുസരണക്കേടിനൊരടി കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ആ അടി ഞാൻ വാങ്ങിച്ച ഒരാളാണെന്ന് എനിക്ക് ഈ ലോകത്തോട് മുഴുവൻ പറയണം. ഞാൻ എൻ്റെ കൂടെയുള്ള, എന്നെ അറിയുന്ന, എൻ്റെ സമൂഹത്തെ അറിയുന്ന, ഇന്ന് എൻ്റെ നാട്ടിൽ ഞാൻ ഏറ്റവും നല്ല മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം ഡിസംബർ മാസം 24-ാം തീയതി എൻ്റെ അമ്മയുടെ 24 വയസ്സായി എൻ്റെ മോൾക്ക്. എൻ്റെ മോളിന്ന് ടീച്ചറാ. കല്യാണം കഴിഞ്ഞ് വളരെ സമാധാനത്തോടെ കുടുംബമായിട്ട് ജീവിക്കുന്നു. 24 വർഷത്തെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സ്നേഹിക്കണം എന്നുള്ള, സേവിക്കണം എന്നുള്ള കൽപ്പന എൻ്റെ കുടുംബത്തിൽ നിവൃത്തിയാകണമേ ദൈവമേ എന്ന് 24 വർഷത്തെ പ്രാർത്ഥനയാണ്. ആ 24 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് ഡിസംബർ മാസം 24-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ജലത്തിൽ സ്നാനപ്പെട്ട് കർത്താവിന്റെ മകനായി തീർന്നപ്പോഴാണ് 24 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായത്. കാരണം അതിന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ചോദിക്കുമ്പോ തന്നെ മറുപടി കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകാം, ഒരുപാട് കാത്തിരുന്ന് കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലേറ്റ് ആക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം ഒരു പ്രാർത്ഥനയ്ക്ക് സഡൻലി മറുപടി തന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്, വിഷമിക്കരുത്. കാരണം ദൈവം ഏറ്റവും മാന്യമായിട്ട് തരാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണം നടന്നു. 34-35 വയസ്സുണ്ട് അവൾക്ക്. അവള് പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരുപാട് രണ്ടാം കെട്ടുകാർ അവളെ ആലോചിച്ചു വന്നു. ഞങ്ങൾ പറഞ്ഞു, ദൈവമേ, ദൈവം കൊടുക്കുവാണെങ്കിൽ മാന്യമായി ഇത് കൊടുക്കണം. കഴിഞ്ഞ ദിവസം അവളുടെ കല്യാണം നടന്നു. വളരെ യോഗ്യനായിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം നടന്നു. വളരെ സന്തോഷമാണ്. ഞാൻ വാട്സപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു സ്റ്റാറ്റസ് ഇട്ടു, അവളുടെ ഫോട്ടോയും പിക്കും വെച്ചിട്ട്. എൻ്റെ സഹോദരി, പ്രിയ സിസ്റ്റർ വിവാഹിതയായി. ഒരുപാട് വർഷത്തെ പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ടാണ് ഈ വിവാഹം നടന്നത്. ഒരുപാട് പേരുകൾ കുത്തുവാക്കുകൾ പറഞ്ഞു, ഒരുപാട്. പക്ഷേ പ്രിയ സിസ്റ്ററെ, കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഒരു മറുപടിയുണ്ട്. നിന്റെ പ്രാർത്ഥന ദൈവം വൈകി കേട്ടത് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠനായ നിന്റെ ഇപ്പോഴത്തെ ഭർത്താവിനെ നിന്റെ കരങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം ലേറ്റ് ആക്കിയത്. അത് തന്നെയാണ് ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഞാന്, എൻ്റെ ഭർത്താവിന്റെ ഫാദർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്താ പറയാ, അദ്ദേഹത്തെ ഞങ്ങൾ പോയി കൊണ്ടുവന്നു. അച്ഛനും സ്നാനപ്പെടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ്. അമ്മയുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷം. കൊച്ചുമോളൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള, ഇന്നത്തെ എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാ സോ ഐ എം വെരി ഹാപ്പി. കാരണം എനിക്കിന്ന് സ്വാതന്ത്ര്യമുണ്ട്. എനിക്കിന്ന് ആരോട് വേണേലും സംസാരിക്കാം, ആരോട് വേണേലും സുവിശേഷം പറയാം, ആരുടെ വീട്ടിൽ വേണേലും പോകാം, ആരെ വേണേലും എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാം. എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഞാൻ ഇവിടെ വരുന്ന പാസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ 2 വീലറിൽ ഇരുത്തിക്കൊണ്ട് ടൗണിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടുവിടും. ഇതൊക്കെ എൻ്റെ ഭർത്താവിന് ഒരു തടസ്സമല്ല, ഒരു പ്രശ്നവുമല്ല. വിട്ടില്ലെങ്കിൽ ചോദിക്കും, എന്താ അവരെ കൊണ്ടുവിടാത്തതെന്ന് ചോദിക്കും. കാരണം മനുഷ്യൻ ഒരു വ്യക്തിയെ മാറ്റിയാൽ അതിന് മാറ്റങ്ങൾ, എന്താ പറയാ, സ്ഥിരത ഉണ്ടാവില്ല. പക്ഷെ ദൈവം ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റിയാൽ അത് ഒരു വല്ലാത്ത മാറ്റം തന്നെയായിരിക്കും എന്നുള്ളൊരു തെളിവാണ് എൻ്റെ ഭർത്താവ്. ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് എൻ്റെ മുഖത്തുള്ള ചിരി, സത്യം പറഞ്ഞാൽ ഞാൻ പറയും, എന്താ പറയാ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 43 വയസ്സ് 44 വയസ്സൊക്കെ ആയി. ഈ 44 വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഹണിമൂൺ മൂഡിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതുപോലെ വളരെ എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത്. അന്ന് എന്നെ വിളിക്കാത്ത, ചിലപ്പോൾ നമ്മളൊക്കെ, എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും, നമ്മുടെ ഭർത്താക്കന്മാരൊന്ന് കൊഞ്ചിക്കണമെന്നും ഒന്ന് താലോലിക്കണമെന്നും ഒക്കെ
ആഗ്രഹിക്കും. പക്ഷെ എന്റെ യൗവനകാലത്തിൽ എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് എന്റെ ഭർത്താവ് കൊണ്ട് നടക്കുന്നത് ഇന്നലെ വിവാഹം കഴിച്ച പെൺകുട്ടികളെ എങ്ങനെയാണോ കൊണ്ട് നടക്കുന്നത്, അതുപോലെയാ ഞാൻ ജീവിക്കുന്നത്. ഇവിടെ അമ്മ പറയും, "എടീ ഇവിടെ കാരണവന്മാരൊക്കെ ഉള്ളതാ. നിങ്ങള് കുറച്ചൊന്ന് അടങ്ങെന്നൊക്കെ" പറയും. പക്ഷെ അനുവേട്ടൻ പറയും എന്റെടുത്ത്, ഏഹ് എന്താ പറയാ, "ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കണ്ട് നിന്റെ അമ്മ അങ്ങ് സന്തോഷിക്കട്ടെ" എന്ന് പറയും. "ഞാൻ നിന്നെ കൊഞ്ചിക്കുന്നത് കണ്ട് നിന്റെ അമ്മ അങ്ങ് സന്തോഷിക്കട്ടെ." നിന്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമല്ലായിരുന്നോ? കാരണം സത്യമാണ്. കാരണം മക്കളെ അവരുടെ ഭർത്താക്കന്മാര് സ്നേഹിക്കുന്നത് കാണുമ്പോ മാതാപിതാക്കന്മാര് സന്തോഷിക്കും. കാരണം അവര് ഹാപ്പി ആണല്ലോ എന്ന്. അതാണ് ഏറ്റവും വലിയ വിടുതല്. ഇന്ന് അച്ഛനെ ഞങ്ങള് കൊണ്ടുവന്നു. അച്ഛനും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ആഹ് അറിയില്ല ഈ സന്തോഷം ഞങ്ങക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബം ആഹ് എന്നോട് ചോദിച്ചു, "എന്താണ് ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ലക്ഷ്യം?" എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഞങ്ങൾ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് അനേകർക്ക് കർത്താവിന് വേണ്ടി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവവേല മാത്രം ഞങ്ങൾക്ക് ഈ എല്ലാവരും ഇവിടെ പഞ്ചായത്തിലൊക്കെ ആൾക്കാർ വന്നിരിക്കും, "നിങ്ങൾ വീടിന് അപേക്ഷ വെക്കുന്നില്ലേ?" ഞങ്ങള് അത്യാവശ്യം നനയാത്ത മാന്യമായിട്ടൊരു വീട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വീടിന്റെ ആവശ്യമില്ല. വീടില്ലാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അവർക്ക് വീട് കൊടുത്തോളൂ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഇവിടുത്തെ മെമ്പർമാര് പറയും അതിന് അപേക്ഷ വെക്കും. ഞാൻ പറയും ഇതിനൊന്നും സമയമില്ല. ഞങ്ങള് ദൈവവേലയിലാണ് അല്ലെങ്കിൽ സുവിശേഷകരായിട്ടാണ് ഞങ്ങളെ ദൈവം കണ്ടേക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ദൈവം ഞങ്ങളെ എന്തൊക്കെ നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ആ നന്മകളെല്ലാം ശരിക്കും പറഞ്ഞാൽ വാഹനമൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോ ഞാന് എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു വാഹനം മേടിക്കാൻ പറ്റുമോ? ഒന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ തിന്മയിലൂടെ നേടിയ ഒന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കരുത്. കാരണം നന്മയിലൂടെ നേടിയത് മാത്രമേ നമ്മുടെ ജീവിതത്തില് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് നമ്മുടെ എന്നും കൂടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ പാതി വഴിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ആ നഷ്ടപ്പെട്ടു പോയതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ദൈവം എനിക്ക് എന്താ പറയാ, ഒരു 4,00,000-അപ്പുറത്ത് വിലയുള്ള ഒരു മനോഹരമായ ഒരു വാഹനം എനിക്ക് ദൈവം തരാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ദൈവം വേണ്ടതെല്ലാം ഒരുക്കിയിട്ടു. അപ്പൊ ഞങ്ങൾ ആ വാഹനം കിട്ടിയപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ചു, "കർത്താവേ, ഞങ്ങൾക്ക് സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഒരാളെ ഒന്ന് കൊണ്ടുവിടണമെങ്കിൽ ഞങ്ങൾക്കൊരു വാഹനമില്ല. ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ വാഹനം വാങ്ങിക്കാനുള്ള ഒരു വഴി തുറന്നു തന്നു. ഞങ്ങൾ വാഹനം വാങ്ങിച്ചു. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിലെ എന്താ പറയാ ഷട്ടിൽ സർവീസ് ആണ് ഞങ്ങൾക്കിടെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ. കാരണം പ്രാർത്ഥനയ്ക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക, കൊണ്ടുവിടുക, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ദേവദാസനുണ്ട്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് സഭയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒത്തിരി വലിയ ചർച്ചൊന്നുമല്ല. പക്ഷേ 2ഓ 3ഓ പേര് ഐക്യപന്തിപ്പെട്ട് സമാധാനത്തോടെ നിൽക്കുന്ന ഒരു ദൈവസഭയാണ്. അതുകൊണ്ട് അതിന്റെ സമൃദ്ധി ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും അനുഭവിച്ചു വരുവാണ്. ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് സാമ്പത്തികമൊന്നും അല്ല. ഒരുപാട് എന്താ പറയാ, ഒരുപാട് സമ്പത്തുകളൊന്നും കരുതിയിട്ടില്ല. പക്ഷേ ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷം. ഈ ഒരു സന്തോഷത്തിന് ഏക കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞത് മാത്രമാണ്. നശിച്ചു പോകേണ്ട സ്ഥാനത്ത്, മരണത്തില് ആയിപ്പോകേണ്ട സ്ഥാനത്ത് ദൈവം അവിടുന്ന് ദൈവത്തിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് എന്നെ ഇപ്പൊ ഈ ഉള്ള ഒരു സ്ഥിതിയിൽ നിർത്താൻ തക്കണ ദൈവം സഹായിച്ചു. ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ പറ്റുന്നില്ല. എന്നാലും ആര് പ്രാർത്ഥന ആവശ്യപ്പെടും, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങളിങ്ങനെ പറ്റുന്നവരെല്ലാം ഷെയർ ചെയ്യും. ഒരുപാട് പേര് ഹൈന്ദവരായിട്ടുള്ളവരും വേറെ മതത്തിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഏറ്റവും വലിയ ഭാഗ്യം, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എന്നെയും എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ പാടും. രണ്ടുപേരും നന്നായിട്ട്, എന്റെ ഹസ്ബൻഡ് നല്ല സിംഗറാണ്, നന്നായി പാടും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പാടി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ ആ പാട്ടിന്റെ അർത്ഥങ്ങൾ പലപ്പോഴും ഞങ്ങൾ സോഷ്യൽ മീഡിയയിലെ പല ആപ്ലിക്കേഷനിൽ കയറുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ പാട്ടൊന്ന് കയറി ചെല്ലണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കാരണം പാട്ടിലൂടെയാണല്ലോ ഞാൻ കർത്താവിനെ അറിഞ്ഞത്. എന്തായാലും ആ ദൈവം ഈ പാട്ടിലൂടെ തന്നെ നമ്മുടെ ശബ്ദത്തിൽ കൂടെ തന്നെ വേറൊരാളുടെ ഹൃദയത്തിൽ കയറി ചെന്നാൽ അതും നമുക്ക് ബെനിഫിറ്റ് ആയി തീരുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കുറെ പേര് ഞങ്ങളെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മടക്കി കിട്ടുമെന്ന് വിചാരിച്ച ഒരാളേ അല്ല ഞാന്. എവിടെയെങ്കിലും ആരും അറിയാതെ ഏതെങ്കിലും ഓടയിൽ ചത്തുപോയി കിടക്കേണ്ട ഒരു പേഴ്സൺ ആയിരുന്ന എന്നെ ദൈവം ദൈവത്തിന്റെ രക്തം കൊണ്ട് നേടി അമ്മയുടെ പ്രാർത്ഥന, കുടുംബത്തിന്റെ പ്രാർത്ഥന, എന്റെ അമ്മയുടെ പ്രാർത്ഥന തന്നെ എനിക്ക് ലജ്ജയില്ലാതെ പറയാം. കാരണം ഒരുപാട് പേര്, അമ്മ ഒരു സുവിശേഷകയായിരുന്നു, അമ്മ ദൈവത്തെ അറിയിക്കുമായിരുന്നു. എന്റെ അമ്മയ്ക്ക് ചർച്ചിൽ കയറി പോകാൻ പറ്റത്തില്ല, സഭകളിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, സഭയിൽ പോയ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം അമ്മയുടെ മുടക്കിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ അമ്മയുടെ എല്ലാ ദൈവിക അനുഭവങ്ങളും മുടക്കിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സ്വന്തം മകൾ ഇങ്ങനെയല്ലേ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ സുവിശേഷം പോലും പറയാൻ പറ്റാതെ എന്റെ അമ്മയെ ലജ്ജിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ എന്നെ കർത്താവ് അടിച്ചൊതുക്കി തിരിച്ചു കൊണ്ടുവന്ന് എന്റെ അമ്മയ്ക്കൊപ്പം, ശരിക്കും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാ 3 മണി 4 മണി എന്ന് പറഞ്ഞൊരു 4 മണി ചിലപ്പോ 3 മണി
4 മണിക്ക് എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ അമ്മ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പം ഞാൻ ഇതുപോലെ ചെയറിൽ വന്ന് ഇവിടെ ഇരിക്കും. അമ്മ കട്ടിലേലിരിക്കും. നമ്മള് വിളിക്കുകയൊന്നും വേണ്ട. എന്റെ ഭർത്താവ് തൊട്ടടുത്ത ചെയറിൽ വന്നിട്ട് ഇരിക്കും. ഈ ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തില് ഏറ്റവും വലിയ ഭാഗ്യവാ. ഈ ലോകത്തെ മുഴുവൻ സമ്പത്തും ഞങ്ങൾക്ക് ലഭിച്ചാലും ഞങ്ങൾക്ക് ഈ രാവിലത്തെ ആരാധനയുടെ ഒരു ഭാഗ്യം കിട്ടത്തില്ല. ഞങ്ങള് കൈയടിച്ച് വളരെ താളത്തിൽ കൈയടിച്ച് വളരെ ശബ്ദത്തില് മൈക്കിലൊക്കെയാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നത്. അത്രത്തോളം ശബ്ദത്തിലിവിടെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അയൽവക്കത്തില് "എന്താ ഇന്ന് പ്രാർത്ഥിക്കാത്തേന്ന്" ചോദിക്കും. അതുപോലത്തെ ഒരു അയൽവക്കംകാരാണ്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാ ഞങ്ങളുടെ അയൽവക്കത്തുകാരുടെ തലവേദന മാറിക്കിട്ടി. ഞങ്ങളുടെ ദേശത്തിന്റെ സമാധാനക്കേട് ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ കുടുംബമായിരുന്നു ഞങ്ങളുടെ ദേശത്തിന്റെ സമാധാനക്കേട്. ആ സമാധാനക്കേട് മാറിക്കിട്ടി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങള് കാണുന്നത്. ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളുടെ സപ്പോർട്ടും സ്നേഹവും ഏഹ് എന്താ പറയാ ദൈവം ഉണ്ടെന്ന് അവർക്ക് പ്രത്യക്ഷത്തിൽ നമ്മളോട് പറയാൻ പറ്റില്ലെങ്കിലും അവർക്കറിയാം. ജീവനുള്ളൊരു ദൈവം ഉണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പലപ്പോഴും സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. അത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. ഞങ്ങൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ അയൽവാസവും ഞങ്ങളുടെ അയൽവക്കവും ഞങ്ങളുടെ ദേശവും ഒരു ക്രിസ്തീയ ദേശമായിട്ട് ഈ ദേശം മാറണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങൾ ഇവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങുമ്പോൾ അക്കരയിൽ പ്രാർത്ഥന തുടങ്ങും. എന്റെ അമ്മ ഇവിടെ 6 മണി മുതൽ 7 മണി വരെ ഇവിടെ സുവിശേഷം വിളിച്ച് പറയും മൈക്കിൽ കൂടെ. അമ്മ 7 മണിക്ക് നിർത്തുമ്പോൾ അക്കരെ ഒരു പാസ്റ്റർ താമസിക്കുന്നുണ്ട്. പാസ്റ്റർ 7 മണി മുതൽ 8 മണി വരെ അങ്ങ് പ്രസംഗിക്കും മൈക്കിൽ കൂടെ. കേൾക്കുന്നവര് കേൾക്കട്ടെ. പണിക്ക് പോകുന്നവര് ബംഗാളികളുണ്ടാവാം, മലയാളികളുണ്ടാവും, പണിക്ക് പോകുന്നത് ഏലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന എല്ലാവരും ഈ സുവിശേഷം കേൾക്കും എല്ലാ ദിവസവും. ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ വീട്ടിലൊരു ടിവി ഒന്നുമില്ല. പക്ഷെ ഞങ്ങള് ടിവി ഒന്നും മേടിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് പ്രാർത്ഥനയും ഇതുപോലെയുള്ള ദൈവമക്കള് കടന്നു വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സന്തോഷം ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് വിചാരിച്ച പക്ഷേ നമ്മൾക്ക് എന്തൊക്കെ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണമെന്ന് അറിഞ്ഞു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്റെ അമ്മ പലപ്പോഴും ജീവിതത്തില് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുക, ദേവദാസന്മാരെ പരിപാലിക്കുക, ദേവദാസന്മാർക്ക് വേണ്ടിയിട്ട് കട്ടിലൊരുക്കിയിടുക, അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകള്, മുണ്ടൊക്കെ വേറെ മേടിച്ചു വെച്ചിട്ടുണ്ട്. മുണ്ട്, ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ബ്ലാങ്കറ്റുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങള് സഭയ്ക്ക് വേണ്ടിയിട്ട് ദേവദാസന്മാർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുന്നതും അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നതും ഒക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. ഇന്നും അത് അതുപോലെ തന്നെ ഞങ്ങള് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങാത്ത ദൈവദാസന്മാരില്ല. ആ ദൈവദാസന്മാരെല്ലാം കാലുകുത്തിയത് ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇല്ലായ്മയിൽ നിന്ന് കൊടുത്താണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് പോലും അറിയാതെ ഇല്ലെങ്കിലും ദൈവം അത് കരുതിക്കൊള്ളും. യഹോവ കരുതിക്കൊള്ളൂന്ന് പറഞ്ഞതുപോലെ മരുഭൂമിയില് ബാലൻ വിശന്ന് മരണത്തിനോട് മല്ലടിച്ച് കിടന്നപ്പോ അമ്മയുടെ പ്രാർത്ഥനയല്ല കുഞ്ഞിന്റെ കരച്ചില് കേട്ടിട്ട് ദൈവം എന്താ പറയാ നീരുറവെ പുറപ്പെടുവിച്ച ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് ആണ് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഇല്ലെങ്കിലും എല്ലാവർക്കും സമൃദ്ധിയായിട്ട് കൊടുക്കാനുള്ളത് ദൈവം തരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുന്ന, ബാങ്ക് ബാലൻസ് സേവ് ചെയ്യുന്ന ഒന്നും എന്റെ അമ്മ അത് പഠിപ്പിച്ചിട്ടുമില്ല. ഞങ്ങളത് കീപ്പ് ചെയ്യുന്നുമില്ല. ഉള്ളത് കൊടുക്കുക. ദൈവം അത് നമുക്ക് ആവശ്യത്തിനുള്ള അന്നന്ന് വേണ്ട ആഹാരം നമുക്ക് എന്തായാലും ദൈവം കരുതിക്കൊള്ളും. കാരണം യഹോവ കരുതുന്നുള്ളതിന് ഏറ്റവും ശക്തമായ തെളിവാണ് ആർത്തി മൂത്ത അല്ലെങ്കിൽ ഭക്ഷണത്തോട് ഇത്ര കൊതിയുള്ള ഒരു കാക്കയുടെ കയ്യില് ഭക്ഷണം കൊടുത്ത്, അതും ഇറച്ചി കൊടുത്തു വിട്ട, അപ്പം കൊടുത്തു വിട്ട ഒരു ദൈവത്തെയാ നമ്മള് സേവിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം കാക്കയുടെ കൈന്ന് പറഞ്ഞാൽ കണ്ടതെല്ലാം കൊത്തി വലിച്ച് തിന്നുന്ന ഒരു കാക്ക ആ ഭക്ഷണം കറക്റ്റായിട്ട് എത്തിക്കുമോന്ന് പോലും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാ ഞാൻ എപ്പഴും ഓർക്കുന്നൊരു ഞാനിവിടെ അനൂപേട്ടന്റെ അടുത്ത് എപ്പഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ സ്വിഗ്ഗിയാട്ടോ അത്. കാരണം ഓർഡർ ചെയ്ത് ഫുഡ് കൊടുക്കുന്ന ആദ്യത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നടത്തിയത് കണ്ടുപിടിച്ചത് തന്നെ കർത്താവായ യേശുക്രിസ്തുവാ. കാരണം ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയുടെ ജോലിയാണ് ആ കാക്ക ചെയ്തത്. ആ ഡെലിവറി ബോയ് എങ്ങനെയാ വളരെ കൃത്യതയോടെ അവര് പറഞ്ഞ സമയത്ത്, പറഞ്ഞ അഡ്രസ്സില്, പറഞ്ഞ സമയത്ത് ആ ഫുഡ് കൊണ്ട് എത്തിക്കുക ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയുടെ ഉത്തരവാദിത്തമാണ്. അത് തന്നെയാണ് അന്ന് ആ കാക്കയും ചെയ്തത്. കർത്താവ് അന്ന് തുടങ്ങി വെച്ചു. ഇന്നത് പ്രാവർത്തികമാക്കി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാ ഞാൻ കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെയും ഭൂമിയെയും കടലിനെയും ആഴങ്ങളെയും ഒക്കെ ഇളക്കുന്ന ദൈവം ആ കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ടെന്ന് പറയുന്ന സമയം ഇന്നാണ്.
ഈ സമയമാണ് ദൈവം അതെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലെ നന്മകൾക്ക് പിറകെ ഓടിയിട്ട് ഒരു കാര്യമില്ല. ഓടി തളർന്ന് അടിമേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. ഇത് വേണ്ടിയിട്ട് ഓടിയിട്ട് ഒരു കാര്യവുമില്ല. നിത്യതയിൽ ആയുസ്സും ആരോഗ്യം നിത്യതയിൽ ചെല്ലണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മാത്രം ജീവിക്കുക. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ശൂന്യമാണ്. മരിച്ച് മണ്ണടിഞ്ഞ് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അതിനോട് താല്പര്യവും ഇല്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു എന്താ പറയാ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാ എന്നെക്കാളും ശ്രേഷ്ഠനാണ് എന്റെ കൂടെ ഇരിക്കുന്ന ഒരാളെന്ന് നമ്മള് വിചാരിച്ചാൽ തന്നെ നമുക്കിടയിലുള്ള എല്ലാ ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും മാറിത്തീരും. ഞാന് എപ്പഴും പറയും എന്റെ ഫ്രണ്ട്സിനടുത്തൊക്കെ പറയും, "നീ എന്നെക്കാളും ഇതാണ്." എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിസ്റ്ററുണ്ട്. ഞാനവളോട് പറയും, "നീ ഇന്നലെ അവളൊരു ഒരുപാട് പ്രശ്നങ്ങൾ സാക്രിഫൈസ് ചെയ്തൊരു പെൺകുട്ടിയാണ്." അവളെപ്പഴും പറയും, ഞാൻ പറയും, "എടീ നീ എന്തൊരു കൃപയാ നിനക്ക്. നിനക്ക് ദൈവം തന്നേക്കുന്ന ഒരാഴ്ച കൊണ്ടൊക്കെ അവള് പ്രവചിക്കാൻ തുടങ്ങി. ഇതൊന്നും ആർക്കും കിട്ടുന്ന കാര്യമല്ല. ഇതൊക്കെന്ന് പറഞ്ഞാൽ വലിയ കൃപയാ. നീയൊക്കെ എന്തോരം നേടിയിരിക്കുന്നു. അപ്പൊ ഇത് നഷ്ടപ്പെടാതെ പോവാ." ഇന്നലെ ഞങ്ങൾ കേട്ട ദൈവവചനം അതെ. നിങ്ങൾക്കിടെ സ്ഥാനത്ത് വേറൊരാളെ ദൈവം സെലക്ട് ചെയ്യാൻ ഇരുന്നായിരുന്നു. അയാൾക്കത് കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചത് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ കൃപാവരങ്ങളും അഭിഷേകങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആലോചനയായിട്ട് ഇന്നലെ ശരിയാണ്. ചിലപ്പം ഒരു വാക്കുകൊണ്ട് ഭർത്താവിനോടൊന്ന് വഴക്കടിക്കുമ്പോഴ് ചിലപ്പം ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയതൊക്കെ അങ്ങ് മറന്നുപോകും ചില സമയത്ത്. അമ്മയോടൊന്ന് ദേഷ്യപ്പെടുമ്പോഴ് അഭിഷേകം കിട്ടിയതൊക്കെ അങ്ങ് മറന്നുപോകും. നമ്മളെ ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ മറവി സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പിന്നീട് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇരട്ടി വില കൊടുക്കേണ്ടി വരുംന്ന് ഇന്ന് രാവിലെ അമ്മ പറഞ്ഞ്. ഇന്ന് രാവിലെ അമ്മ ഇത് തന്നെയാ പറഞ്ഞെ. ഒരു വാക്കുകൊണ്ട് പോലും നമ്മള് തെറ്റിപ്പോയാൽ പിന്നീട് നമ്മൾക്ക് ആ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ഇരട്ടി വില കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടിയെങ്കിൽ ചിലപ്പോൾ നമുക്കിനി വർഷങ്ങൾ കാത്തിരുന്നിട്ടായിരിക്കാം ആ അഭിഷേകം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കിട്ടിയ എന്താ പറയാ അഭിഷേകങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും വലിയ കൽപ്പനയായിട്ടും അത് തന്നെയാ പറയുന്നത്. സ്നേഹം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഈ ലോകത്തിന്റെ പുറകെ ഓടിയിട്ടോ ലോകക്കാരെ സ്നേഹിച്ചിട്ടോ ഒന്നും നേടാനില്ല. നമുക്ക് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ ഞാനൊരു എന്താ പറയാ ഹോം നഴ്സായിട്ട് ജോലി ചെയ്തതാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ അല്ലെങ്കിൽ 2023 ഏറ്റവും നല്ല ഹോം നഴ്സിനുള്ള അവാർഡ് ഇടുക്കി ജില്ലാ കളക്ടറുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റി. കാരണം എന്നെ വിട്ട ഞാൻ നോക്കിയിട്ടുള്ള ഒരു പേഷ്യൻസും ഒരു ബൈസ്റ്റാൻഡേഴ്സും ആരും എന്നെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് പറഞ്ഞില്ല. സൗമ്യയെ പോലെ ഒരാളെ ഞങ്ങൾക്ക് തരുമോ എന്ന് എല്ലാവരും ചോദിക്കും. അപ്പൊ അത് സാറിന് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. മനോജ് എന്നാണ് സാറിന്റെ പേര്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്. സൗമ്യയെ പോലെ ഒരാളെ ഞാൻ ഇനി എവിടെ സൗമ്യ ജോലിയൊക്കെ മതിയാക്കി പോയല്ലോ. ഇനി സൗമ്യയെ പോലെ ഒരാളെ ഞാൻ എവിടെ പോയി കൊണ്ടുവരും എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അമ്മ പറഞ്ഞു തന്നൊരു കാര്യമാണ്. നീ ആരെ നോക്കിയാലും ഏത് രോഗികളെ നോക്കിയാലും നിന്റെ അച്ഛനെയും അമ്മേനെയും നോക്കുന്നയാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ദാ ഈ കൈകൾ കൊണ്ട് മലമൂത്രം വിസർജനം കോരുന്നതിനോ ആരെയും കുളിപ്പിക്കുന്നതിനോ ആഹാരം കൊടുക്കുന്നതിനോ എനിക്ക് ഇന്ന് വരേക്കും ഒരു അറപ്പ് തോന്നിയിട്ടില്ല. ആ, എന്താ പറയാ മോഷണമൊക്കെ പോയിട്ട് അതൊക്കെ മാറ്റിയിട്ട് അപ്പുറത്ത് മാറിയിരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതിനൊന്നും എനിക്കൊരു വെറുപ്പ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. എന്റെ അമ്മ കിടന്നാൽ ഞാൻ നോക്കണ്ടേ, എന്റെ ഭർത്താവ് കിടന്നാൽ ഞാൻ നോക്കണ്ടേ, അത്രയും മാത്രമേ വിചാരിച്ചുള്ളൂ. അതൊക്കെ വളരെ ദൈവികമായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു നന്മയുണ്ടായി. കാരണം ഞാൻ ഒത്തിരി പ്രതിസന്ധി കൂടെ കടന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ മോൾക്ക് ഇനി നല്ലൊരു ഭാവി ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അമ്മ ഇങ്ങനെ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയില്ലേ, അതുകൊണ്ട് ഇനി ഒരു ഭാവി എന്റെ മോൾക്ക് ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ട്. പക്ഷേ എന്റെ മോളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഇവിടെ ഞങ്ങളുടെ ടൗണിൽ തന്നെ അറിയപ്പെടുന്ന പേര് കേട്ട ഡോക്ടേഴ്സ് ഉള്ള ഒരു ഫാമിലിയിലോട്ടാണ് എന്റെ മോളെ വിവാഹം കഴിച്ചയക്കാൻ സാധിച്ചത്. ഞാൻ എന്റെ മോളോട് പറഞ്ഞു, നമുക്ക് ഒരിക്കലും ഈ വീട്ടിൽ കയറാനോ ഈ വീട്ടിൽ നിനക്ക് മരുമോളായിട്ട് വരാനോ യോഗ്യതയില്ല. കാരണം നിന്റെ അമ്മ അത്ര വലിയൊരു തെറ്റ് ചെയ്തെന്ന് ലോകം മുഴുവൻ അറിഞ്ഞതാ. പക്ഷെ യോഗ്യതയില്ല. പക്ഷെ ഈ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ യോഗ്യയാക്കിയിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയത് എന്റെ അമ്മച്ചി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ദൈവം നമുക്ക് വേണ്ടി കരുതിയതും കൊണ്ട് മാത്രം. അതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നീ അച്ചായിനെയും അമ്മച്ചീനെയും അവനെയും അവന്റെ പെങ്ങന്മാരെയും നീ നന്നായിട്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. കാരണം നിനക്ക് അവിടെ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ നീ മനസ്സിൽ വിചാരിച്ചോണം, ഈ വീട്ടിൽ വരാൻ എനിക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു, കർത്താവായി എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് നീ മനസ്സിൽ പറഞ്ഞാൽ മതി. എല്ലാ പ്രശ്നങ്ങളും അപ്പം മാറിക്കോളൂ എന്ന് പറഞ്ഞു. അവൾ ഇന്ന് വരെ അത് കീപ്പ് ചെയ്യുന്നു.
ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അവള് ഒരുപാട് പേർക്ക് അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അമ്മയ്ക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗൾഫിലുള്ള ഒരുപാട് പേർക്ക്, അമ്മയുടെ ബന്ധുക്കൾക്കൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചില്ല. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട എം.എം. മണി സാറ് ഇവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ മോൾക്ക് ടീച്ചറായിട്ടൊരു ജോലി സ്കൂളിൽ തരപ്പെടുത്തി. ഓർഡർ വന്നു. അതില് അദ്ദേഹത്തിന്റെ എന്താ പറയാ സഹായത്തോടു കൂടി തന്നെ അങ്ങനെ ഒരു ജോലി അവൾക്ക് കിട്ടാൻ ഇന്ന് അവള് വളരെ സന്തോഷകരമായിട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. കുഞ്ഞുമായിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ മോള് പഠിച്ചു. എൻ്റെ മോള് പഠിച്ച സ്കൂളിൽ എൻ്റെ കൊച്ചുമോള് പഠിച്ചു. എൻ്റെ മോൾ ആ സ്കൂളിലെ ടീച്ചറായിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നു. ഇതിൽ കഴിഞ്ഞൊരു സന്തോഷം ഇനി പറഞ്ഞ ഇതെല്ലാം ജീവനുള്ള ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ പേരോ ഒന്നുമല്ല. ദൈവസന്നിധിയിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലായിരുന്നിട്ടും കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നത് ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ടാ. ഇനി എന്തൊക്കെയോ എന്നെക്കൊണ്ട് ചെയ്യാനുണ്ട്. ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശാരീരികമായിട്ട് കുറെ ക്ഷീണങ്ങളും ഷുഗറും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് രോഗങ്ങളുണ്ടേലും ഞങ്ങളെ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുന്ന ഒരു നല്ല ഭർത്താവും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബവും ഞങ്ങൾക്കുണ്ട്. അതാണ് എന്ത് അസുഖം വന്നാലും ഞാൻ എൻ്റെ ഭർത്താവിന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയോളം ഞങ്ങൾ രണ്ടുപേരും സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് ആശുപത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മ കിടന്ന് മൂത്രം ഒഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു. അപ്പൊ കിടന്നുകൊണ്ടാണ് എല്ലാം സാധിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഒരറപ്പും കൂടാതെ ഒരു വെറുപ്പും കൂടാതെ ഒരു മരുമകനായിരുന്നിട്ട് കൂടി മകള് ചെയ്യുന്നത് പോലെ ആ മോൻ ചെയ്തത് എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അതെല്ലാം എൻ്റെ ഭർത്താവാണ്. കാരണം എനിക്കും വയ്യ. എൻ്റെ ഭർത്താവ് അതെല്ലാം കഴുകി വൃത്തിയാക്കി അമ്മയെ കുളിപ്പിക്കുകയും അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. എഴുന്നേറ്റപ്പോ അമ്മ ഓക്കെ ആയി. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. എന്തുകൊണ്ട് എന്റെ അമ്മയുടെ മലമൂത്ര വിസർജനങ്ങൾ എന്റെ ഭർത്താവിന് അറപ്പല്ല എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് നോക്കിക്കൂടാ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ കൊണ്ടുവന്നു. ഞങ്ങള് സുഖമായി ഒരാഴ്ച കഴിഞ്ഞ് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രിയ പിതാവിനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഇനി ഒരിക്കലും അച്ഛൻ ആ നാട്ടിലോട്ട് തിരിച്ചില്ല എന്ന് അവരോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അച്ഛൻ അവിടെ ഇത്തിരി സമാധാനക്കേട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛൻ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു കിട്ടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ സ്നേഹം കൊടുക്കുക, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും. നമ്മൾ മറ്റുള്ളവരെ കരുതുക, അവർ നമ്മളെ കരുതും. എന്താ പറയാ വഴിയിലൂടെ ഒരാൾ നടന്നു പോയാൽ പോലും ഒന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു മര്യാദ പോലും ചിലർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് ഭയങ്കര സങ്കടമാണ്. ഞങ്ങളൊരു ദേവദാസൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവര് കാറിൽ വന്നു. ഞാൻ ഫ്രണ്ടില് സ്കൂട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു കുറച്ചപ്പുറേ ഉള്ളൊരു അപ്പച്ചനെ എനിക്ക് അറിയില്ല. ആരാന്ന് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ അദ്ദേഹം വടിയൊക്കെ കുത്തിപ്പിടിച്ച് പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു നിർത്തിയിട്ട് സ്കൂട്ടറിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ പറ്റും മോളെ എന്ന് പറഞ്ഞു. ആ വടിയോട് കൂടി തന്നെ സ്കൂട്ടറിൽ കയറാം. അപ്പം ഇവര് കാറിനകത്തിരുന്ന് പറഞ്ഞു ചിരിക്കും. അതാരാ വടിയും കുത്തി സൗമ്യയുടെ പുറകെ പോകുന്നേന്ന് ചോദിച്ചു. ഒരു വയസ്സായ ഒരു അപ്പച്ചനാ. നമ്മുടെ മനസ്സിന് എപ്പോഴും അലിവുണ്ടാവണം. ഞാൻ എപ്പോഴും പാസ്റ്ററോട് പറഞ്ഞു, എനിക്കത് കണ്ടിട്ട് സൈസില്ല. അത് വടിയും കുത്തിപ്പിടിച്ച് എന്ന് അവിടെ ചെല്ലാനാ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ തോന്നി. അദ്ദേഹത്തെ കയറ്റി അദ്ദേഹത്തിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അപ്പൊ ഇതുപോലെ എന്താ പറയുക ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടും ഒരുപാട് ശുശ്രൂഷകൾ കേട്ടും ഒരുപാട് അഭിഷേകം പ്രാപിച്ചു ഒരുപാട് അന്യഭാഷ പറയുന്നതിലൊന്നുമല്ല. സഹജീവികളെ കണ്ട് സ്നേഹിക്കാനും അവർക്ക് വേണ്ടി കരുതാനും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും നമ്മളെക്കാൾ കഷ്ടം സഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവരെ ഒന്ന് കണ്ടെത്താൻ. ഞാനിപ്പോ ഇവിടെ എൻ്റെ പാലിയേറ്റീവ് കെയറിൽ എൻ്റെ ഫ്രണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അവളോട് പറയും, എടി തീർത്തും കിടപ്പ് രോഗികളുള്ള ആൾക്കാരെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറയണേ. ഒന്ന് വന്ന് കുളിപ്പിക്കാനും ആരും നോക്കാനില്ലെങ്കിൽ ഒന്ന് വന്ന് കുളിപ്പിക്കാനും അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ ഒന്നൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനും എനിക്ക് മനസ്സുണ്ട്. നീ ഒന്ന് പറയണം. അപ്പൊ അവള് പറഞ്ഞു അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. അവരിങ്ങനെ നടക്കുന്ന ആൾക്കാർ പിന്നെ ആശാ വർക്കേഴ്സിനോട് നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് പഞ്ചായത്തുകാരുമായിട്ടും എനിക്ക് എൻ്റെ പഞ്ചായത്തിലും എൻ്റെ എന്താ പറയുക ആശാ വർക്കേഴ്സുമായിട്ടും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വയ്യായികയും അസുഖങ്ങളും നോക്കാൻ ആരും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവര് നമ്മളോട് പറയും. നമ്മൾക്ക് അവരെ പോയി ഒന്ന് സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നേരം അവരെ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റും. ചിലപ്പം ആൺമക്കൾ മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോൾ വയസ്സായതിൽ അപ്പച്ചനുണ്ടെങ്കിൽ അമ്മച്ചിയെ കുളിപ്പിക്കാൻ പറ്റത്തില്ലായിരിക്കാം. നമ്മളെ കൊണ്ട് പറ്റും. അപ്പം ദൈവവേലയുടെ വിശാലതയെന്ന് ഞാൻ കാണുന്നത് ഇതുപോലെയുള്ള പ്രവർത്തികളിൽ കൂടിയാ. ബൈബിൾ എടുത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കണമെന്നോ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നോ ഒന്നും അല്ല. അത് മാത്രമല്ല ദൈവവേല. അതും ദൈവവേലയാണ്. പക്ഷെ ഇങ്ങനെയുള്ള സാമൂഹിക പ്രവൃത്തികളും കൂടി ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ വേല വിശാലതയിലേക്ക് നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ഹസ്ബൻഡായി മാറിയത് അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തി ആയിരുന്നുവെങ്കിൽ
എനിക്ക് ഒരിക്കലും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഇത് ചെയ്യണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. എവിടെ വിളിച്ചാലും ഞങ്ങൾ വരും. എവിടെ വിളിച്ചാലും ഞങ്ങൾ പോകും. അപ്പൊ അതൊക്കെ കുറെ പേര് അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്നിരുന്ന ഏറ്റവും വലിയ മാറ്റം. ഈ ഒരു സന്തോഷം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. വേറെ ആരും ഇനി ഈ സന്തോഷം തല്ലിക്കെടുത്താൻ വരത്തില്ല. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും എനിക്ക് മാത്രമാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അത് മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇത്ര നേരം സമയം തന്ന ദേവദാസനും ഈ ഒരു ഗ്രൂപ്പിനും അരോമ ടിവിക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ മനസ്സിന് ഏറ്റവും സന്തോഷമുള്ള ഒരു സോങ് ആണ്. എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ച കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വരികളൊക്കെ കേൾക്കുമ്പം ഇതൊക്കെ വെറുതെ പാടി വിടാൻ തോന്നുന്നില്ല. അത്രത്തോളം മനസ്സിൽ തൊട്ട കുറച്ച് വരികളാണ്. അതിൽ നിന്നൊരു 2 വരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ, നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ, സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു, ജീവനേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് അരോമ ടിവി പോലുള്ള ഇതുപോലത്തെ എന്താ പറയാ ദൈവവചനങ്ങളെയും സാക്ഷികളെയും ദൈവത്തിന്റെ സാക്ഷികളെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ അറിയാം. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ദിരാന്റി വന്ന് ഈ ഒരു അരോമ ടിവിയിൽ ഇന്ദിരാന്റിയുടെ ജീവിതം പറഞ്ഞപ്പോഴുണ്ടായ ഒരു സന്തോഷം. ആ സമയത്തൊക്കെ ഞാൻ ഇന്ദിരാന്റിയോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആന്റി പറഞ്ഞ അതേ ചാനലിൽ എനിക്കും എൻ്റെ ജീവിത സാക്ഷ്യം പറയാൻ തക്കവണ്ണം സാധിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇതൊക്കെ ലൈഫിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ്സ് അല്ല. ലൈഫിൽ റയറായിട്ട് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അതിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ആദ്യമേ തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ നമ്മളെ ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്ത ഒരുപാട് ദേവദാസന്മാരും അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങളും ഒക്കെ എന്താ പറയാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥനയിലേക്ക് കിടക്കാം. ആയിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ പ്രിയപ്പെട്ട ചാനലിലെ കർത്താവെ ഞങ്ങൾക്ക് കടന്നു വരുവാനും കർത്താവെ അടിയന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാത്തിൽ നിന്നും ഒരു വിടുതലും അത്ഭുതകരമായ വഴിത്തിരിവും ജീവിതത്തിൽ അടിയന് വേണ്ടി ഒരുക്കിയ ദൈവത്തോട് നന്ദി പറയുന്നു. ആദ്യമേ തന്നെ കർത്താവെ, എന്റെ ജീവിതത്തിലെ എന്റെ ദൈവം നടത്തിയ വഴികളെ, എന്റെ ദൈവം അടിയനെ കടത്തി വിട്ട സ്ഥാനത്ത് നിന്ന് കർത്താവെ നീ അത്ഭുതകരമായി വിടുവിച്ച് വെളിയിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ മകളായിട്ട് നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം അടിയനെ സഹായിച്ചതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ അനേകരുണ്ട്. കർത്താവെ ഹാലലുയ, ഇതിന്റെ നടത്തിപ്പുകാരുണ്ട്. പ്രിയപ്പെട്ടവനെ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ദൈവസന്നിധിയില് കർത്താവെ ആകാത്ത പാത്രങ്ങളായിരുന്നുവെങ്കിലും കർത്താവെ കർത്താവിന്റെ കൃപ കൊണ്ട്, കർത്താവിന് ഞങ്ങളോട് കാണിച്ച കരുണയും സ്നേഹം കൊണ്ട് നിന്റെ മക്കളാക്കി ഞങ്ങളെ മാറ്റിയെങ്കില് കർത്താവ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. കർത്താവെ, അനേകരുടെ ജീവിത സാക്ഷ്യങ്ങള് അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ ഇവരെ ഒരുക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദേവദാസന്മാര്, ദൈവമക്കള്
അനേക പ്രയർ ചെയ്യുന്ന അനേക സഹോദരി സഹോദരന്മാര് കർത്താവെ അവരെയൊക്കെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം. ഇനിയും ഒരുപാട് പേര് കർത്താവെ ഇതിൽ കടന്നു വന്ന് തങ്ങളുടെ സാക്ഷി നിമിത്തം അനേകരെ നേടുവാൻ കർത്താവെ, ലോകത്തിന് തന്നെ കർത്താവെ ഹാലലിയ മുതൽക്കൂട്ടാകുവാൻ കർത്താവെ, ദൈവസഭ ഇവരിലൂടെ പണിയപ്പെടുവാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലൂയ. കർത്താവെ, കളങ്കമില്ലാതെ കർത്താവെ ഹാലലിയ വാസ്തവമായിട്ടും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദ്രവ്യം ആഗ്രഹിക്കാതെ കർത്താവെ, അങ്ങയുടെ കൃപ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലലൂയ. ദൈവസന്നിധിയിൽ കർത്താവെ തീക്ഷ്ണതയോടെ നിൽക്കുന്ന അനേക ദൈവമക്കളെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവെ നീ ഇടപെടുമാറാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാഹചര്യങ്ങളെ കർത്താവെ ഹാലലിയ കർത്താവെ കടന്നു വന്ന അനുഭവ സാക്ഷികളെ പങ്കുവെക്കുമ്പോൾ ഈ ലോകത്തുള്ള ജനത കർത്താവെ നാശത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജനത്തെ നേടുവാൻ അവരുടെ സാക്ഷി മുഖാന്തരം കർത്താവ് സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിവാതിലുകളെ കർത്താവ് ഇനി വിശാലതയിലേക്ക് വഴി നടത്തുമാറാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട് കർത്താവെ. ഹാലലിയ. തങ്ങളുടെ പ്രയത്നം കൊണ്ട് കർത്താവെ അധ്വാനിക്കുന്നവരും ഓടുന്നവരുമുണ്ട്. കർത്താവ് അവരെ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ ഉപയോഗിക്കുന്ന എല്ലാ സിസ്റ്റങ്ങളെയും കർത്താവ് പരിപാലിക്കണമേ, സൂക്ഷിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലലിയ. അനേകർക്ക് മുതൽക്കൂട്ടായി തീരുവാൻ കർത്താവ് ഉപയോഗിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ. ദൈവം അത്ഭുതകരമായ വിടുതലും സമാധാനവും കർത്താവെ അനേകരുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുവാൻ കർത്താവെ ഹാലലൂയ അരോമ ടി വി കൊണ്ട് കർത്താവെ ഹാലലൂയ അങ്ങ് ഇവരെ ഉപയോഗിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ പത്രങ്ങളായിട്ട് മാറുവാൻ കർത്താവെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലൂയ. ദൈവാത്ഭുതരമായി വഴി നടത്തണം. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയ്ക്കണം കർത്താവെ. ഹാലലൂയ. പ്രാർത്ഥനകളും യാചനകളും കർത്താവ് കേട്ടിരിക്കുക. സ്തോത്രം സകലതും യേശു ക്രിസ്തുവിന്റെ അനിമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ അടിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെല്ലാം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ ആമേൻ. നാമത്തിൽ. ആമേൻ. ആമേൻ. സൗമ്യ സിസ്റ്ററിനെ ഇത്രത്തോളം സമയം ഈ സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് സകല മഹത്വവും ഞാൻ എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു. ഈ സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അഹപ്പാട് ടെൻഷനിലായിരുന്നു. ഈ സാക്ഷ്യം എങ്ങനെ സിസ്റ്റർ തുടർന്ന് മുന്നോട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നും ഇത് എങ്ങനെ പൂർത്തീകരിച്ച് ഇത് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ ആഹപ്പാട് സമ്മർദ്ദത്തിലായിരുന്നു. അതിൻ്റെ തുടക്കവും അതിനോടനുബന്ധിച്ച് പറഞ്ഞതായ സംഭവ വികാസങ്ങളും എന്നെ വല്ലാതെ ഞെട്ടല് ഉളവാക്കിയ അനുഭവങ്ങൾ. ഞാൻ കരഞ്ഞുപോയി. ഞാൻ കരയുകയായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ചിത്രമായി, അതിൻ്റെ ഒരു വക്താവായി ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് സിസ്റ്റർ അത് പറയുമ്പോൾ അത് ഒരുപാട് പേരുടെ സാക്ഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു സാക്ഷ്യം എങ്ങനെ പുറം ലോകത്തെ അറിയിക്കും? കാരണം ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ പുറം ലോകത്തെ അറിയിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളതായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് അത് എങ്ങനെ ഈ സാക്ഷ്യം മുന്നോട്ട് ഇത് ഫിനിഷ് ചെയ്യുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് ആ സമ്മർദ്ദത്തിൽ നിന്ന് സിസ്റ്റർ എൻ്റെ ചിന്താഗതികളെ മാറ്റം വരുത്തുന്ന രീതിയിൽ സിസ്റ്ററിൻ്റെ ആ സാക്ഷ്യം മാറുവാനും പെട്ടെന്ന് അത് മാറി അത് കണ്ണുനീരിലേക്കും അനുതാപത്തിലേക്കും ഒരു വ്യക്തിയെ കൊണ്ടുവരുന്ന ഒരു സാക്ഷ്യമായിട്ട് പിന്നീട് മാറി. പിന്നീട് അതിൻ്റെ തലം മാറി അത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക്, ശരിക്കും അത് ഭയങ്കരമായ ഒരു തിങ്ങി നിറയുന്ന ഒരു സന്തോഷത്തിലേക്ക് ആ സാക്ഷ്യം വന്ന് നിൽക്കുന്ന ആ ഒരു ക്രൂഷ്യൽ സ്റ്റേജ് ശരിക്കും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അനുഭവിക്കുവാനിടയായി തീർന്നു. ആദ്യം ഒരുപാട് സമ്മർദ്ദത്തിലൂടെയാണ് ഞാനത് കേട്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും പ്രേക്ഷകർ വിചാരിക്കും ഇങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങൾ അതിൻ്റെ ഒരു മോഡറേറ്റർ എന്ന നിലയിൽ ഞാനിവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ എന്നെ എത്രത്തോളം അത് സ്വാധീനിക്കുമെന്ന്. ഓരോ സാക്ഷ്യവും അത് എൻ്റെ ജീവിതത്തെ അത് കേൾക്കുമ്പോൾ അത് വല്ലാതെ സ്വാധീനിക്കുകയും, കാരണം ആ പറയുന്ന വ്യക്തിയോട് ചേർന്ന് ഞാൻ യാത്ര ചെയ്യുക. ഇന്ന് കർത്താവിൻ്റെ ദാസി സൗമ്യ സിസ്റ്റർ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ആ ഒരു അനുഭവം ഫീൽ ചെയ്യുകയുണ്ടായി. സ്തോത്രം. സിസ്റ്ററുടെ പേര് സൗമ്യ എന്നാണ്. ആ പേര് പോലെ തന്നെയുള്ള ആ ഒരു ജീവിതം
ഈ ജീവിതത്തിൽ, ഈ ആയുസ്സിൽ സിസ്റ്ററിന് അത് വെളിപ്പെടുത്തുവാൻ അവസരങ്ങളെ ലഭിച്ചു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അതിക്രൂരമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ പോലും അതിന്റെ നടുവിൽ സൗമ്യതയോടുകൂടി അതിനെ അതിജീവിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇങ്ങനൊരു അവസരമുണ്ടായത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാകൃപയാണ്. കാരണം ഈ സാക്ഷ്യം ഒരുപാട് പേരുടെ സാക്ഷ്യമാണെന്ന് ഞാൻ വീണ്ടും പറയുക. ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ സിസ്റ്ററിനെ ദൈവം ഭരമേൽപ്പിച്ചു, അത് പറഞ്ഞു. കാരണം ആ ധൂർത്തപുത്രനെ കുറിച്ച് നമ്മൾ തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. ആ പൈതൽ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ആ ഒരു ആ ആ ആനന്ദകരമായ ഒരു അനുഭവമാണ് ഇന്ന് സിസ്റ്റർ ആ ഭവനത്തില് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ശരിക്കും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തില് ലോകത്തിന് തരാൻ കഴിയാത്ത, എന്തെന്നില്ലാത്ത വലിയ സമാധാനം, വലിയ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയും. സൗമ്യ സിസ്റ്റർ അത് അനുഭവിക്കുന്നു. പ്രിയ അനൂപ് ബ്രദർ അത് അനുഭവിക്കുന്നു. മാതാപിതാക്കന്മാർ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും ഇന്ന് ആ കുടുംബത്തിൽ എല്ലാവർക്കും ഇന്ന് ആ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആയുസ്സിനും അവസരത്തിനും കൃപകൾക്കുമായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, സൗമ്യതയോടെ ആമേന് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് പിന്നെയും കൃപ ചെയ്യട്ടെ. ആമേൻ. അനേക പ്രിയപ്പെട്ടവർക്ക് സിസ്റ്ററുടെ ഈ സാക്ഷ്യം വലിയൊരു വിടുതലിന്റെ സാക്ഷ്യമായി പരിണമിക്കട്ടെ എന്ന് ഇത്തരണത്തില് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സാക്ഷ്യം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും വലിയ രീതിയിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ, ഒരു ആവർത്തന വിരസതയില്ലാതെ എങ്ങനെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. രാജാക്കാട്, മൂന്നാറില്, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ചൊവ്വ നേരെ ഉദിക്കാത്ത ഒരു നാട്ടിൽ ആമേൻ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയില് ദൈവം ഇങ്ങനെ ഒരു വ്യക്തി ആ ദേശത്ത് ആമേൻ എഴുന്നേൽപ്പിച്ചു എന്ന് ആമേനെ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ ഒത്തിരി ആമേൻ നന്ദിയോടെ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. സിസ്റ്റർ അവസാനം പറഞ്ഞ ആ ഒരു പോയിന്റ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുക. ഇന്ന് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, ഓൺലൈൻ ഡെലിവറി സർവീസുകളുണ്ട്. പ്രത്യേകിച്ച് സ്വിഗ്ഗി പോലുള്ളതായ സർവീസുകൾ ഒക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. സിസ്റ്റർ പറഞ്ഞപ്പോൾ ഇത്രയും നാളും ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രസംഗിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഏലിയാവിന് വേണ്ടിയിട്ട് സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ആദ്യത്തെ സ്വിഗ്ഗി സർവീസ് കാക്കയായിരുന്നു എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ചിന്തിച്ചു. ഇത് മൂന്നാറുകാർക്ക് ഒക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന, അവിടെ അവർ അനുഭവിച്ച, ഏലിയാവിനെ പോലെ കാട്ടില് അല്ലെങ്കിൽ തോടിന്റെ അരികിലൊക്കെ ഒളിച്ചിരുന്ന സന്ദർഭങ്ങളിൽ ലഭിച്ചതായ അനുഭവം പ്രിയ സിസ്റ്ററിനൊക്കെ ലഭിച്ചിട്ടുള്ളതായ ആ നല്ല ഓർമ്മകളാണ് അങ്ങനെയൊക്കെ പറയുവാൻ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത്. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറഞ്ഞതാ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ആമേനെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുപോലെയുള്ള ഒരുപാട് സമാന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, പ്രേക്ഷകരെ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അവരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. കുറ്റമില്ലാതെ, യാതൊരു തെറ്റും ചെയ്യാതെ എത്ര പ്രിയപ്പെട്ടവരാണ് പലവിധ കാര്യങ്ങൾക്ക് അവർ പിടിക്കപ്പെട്ട് ഇന്ന് ജയിലുകളിൽ കിടക്കുന്നത്. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെ വിടുതൽ പ്രാപിക്കട്ടെ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കുടുംബജീവിതം നയിക്കുന്നവര്, അവരുടെയൊക്കെ വിടുതലിന് കാരണമായി തീരട്ടെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ സാക്ഷ്യം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആകയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ.
ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com